Hi, hello. Myself Ajesh, one of the chemistry faculty from Brilliant Study Center, Pala. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ച് സെലക്റ്റഡ് ചാപ്റ്റേഴ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീറ്റിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന 3 ചാപ്റ്ററുകളാണ് ഫസ്റ്റ് ഇയർ ടോപ്പിക് ആയിട്ടുള്ള. ഒന്ന് ഇക്വിലിബ്രിയം, ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ അണ്ടർ ഫിസിക്കൽ കെമിസ്ട്രി. +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രി സെക്ഷനിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടാം. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഞാൻ സെലക്ട് ചെയ്ത ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം. ആക്ച്വലി ദർ ഇസ് നോ സച്ച് ചാപ്റ്റർ ഇൻ +1 ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ചാപ്റ്റർ ആയിട്ടില്ല. നിങ്ങൾക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന വളരെ വലിയ ഒരു ഓർഗാനിക്കിൻ്റെ ചാപ്റ്റർ ഉണ്ട്. നമ്മൾ ആ ചാപ്റ്ററിനെ 3 ഡിവിഷനായിട്ട് തിരിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫുൾ ആസ്പെക്ട്സ് മനസ്സിലാകുക. അതുകൊണ്ട് നമ്മൾ ബ്രില്യൻ്റിൽ ചെയ്തിരിക്കുന്നത് ആ ചാപ്റ്ററിനെ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് ആദ്യത്തേത് IUPAC നോമൻക്ലേച്ചർ, സെക്കൻഡ് വൺ റിയാക്ഷൻ മെക്കാനിസം, തേർഡ് വൺ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അങ്ങനെ 3 രീതിയിൽ 3 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുക. ഇതിൽ ആ സെക്ഷനിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം, വിച്ച് ഈസ് ദി ബേസ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി. നമ്മൾ റിയാക്ഷൻ മെക്കാനിസം നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസിൽ you can make your own mechanism and you can reach up to the final answer very easily. അതാണ് ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. പിന്നെ ഞാനൊരു ഇൻഓർഗാനിക് ചാപ്റ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്, പി ബ്ലോക്ക്. എൻട്രൻസിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളാണ് ബ്ലോക്കുകൾ. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ആൻഡ് എഫ് ബ്ലോക്ക്. അതിൽ പി ബ്ലോക്കിലെ ആദ്യത്തെ 2 ഗ്രൂപ്പ് ഫസ്റ്റ് ഇയറിലും പിന്നെയുള്ള 4 ഗ്രൂപ്പ്സ് സെക്കൻഡ് ഇയറിലുമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പി ബ്ലോക്ക് 1 എന്ന് എഴുതിയിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഇയർ ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിൻ്റെ ആസ്പെക്ട്സ് കൂടി മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം അണ്ടർ ഫിസിക്കൽ കെമിസ്ട്രി. സോ ദിസ് ഇസ് ഫ്രം ഫിസിക്കൽ, ദിസ് ഇസ് ഫ്രം ഓർഗാനിക് ആൻഡ് ദിസ് ഇസ് ഫ്രം ഇൻഓർഗാനിക്. സോ ലെറ്റ് us മൂവ് ഇൻ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, നീറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യാം. അതിൽ ആദ്യത്തെ, ഇൻ ദി റിയാക്ഷൻ AB gives A plus B and it is very important you should note the physical state of the reactants and products. ഇവിടെ തന്നിരിക്കുന്ന റിയാക്ടൻസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റും പ്രൊഡക്റ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റും ഗ്യാസുകളാണ്. നിങ്ങൾക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും പ്യുവർ സോളിഡിൻ്റെയോ പ്യുവർ ലിക്വിഡിൻ്റെയോ കോൺസെൻട്രേഷൻ മൈൻഡ് ചെയ്യാറില്ല. ബിക്കോസ് വി ക്യാൻ ടേക്കൻ ഇറ്റ് ആസ് യൂണിറ്റി. അതിലുണ്ടാകുന്ന ചേഞ്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ പ്യുവർ സോളിഡ് ആൻഡ് പ്യുവർ ലിക്വിഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുമ്പം ഒമിറ്റ് ചെയ്യാറുണ്ട്, നമ്മളത് എടുക്കാറില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇസ് ടെമ്പറേച്ചർ at 30 degrees Celsius. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇസ് ദി സോൾ പാരാമീറ്റർ വിച്ച് അഫക്ട്സ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു പാരാമീറ്ററാണ് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ചേഞ്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പാരാമീറ്ററാണ് ടെമ്പറേച്ചർ. കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഒന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ ഒരിക്കലും മാറ്റില്ല. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ആൻഡ് ദാറ്റ്സ് വൈ വി ആർ കോളിംഗ് ഇറ്റ് ആസ് എ കോൺസ്റ്റന്റ്. നിങ്ങൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ മാറ്റാൻ കപ്പാസിറ്റി ഉള്ള പാരാമീറ്റർ ടെമ്പറേച്ചർ ആണ്. സോ വി ഷുഡ് know the reaction is taking place at constant temperature too. So this is 30 degrees Celsius. Kp for the dissociation equilibrium, and they said that this is dissociation. Dissociation means AB is split into A and B, and this is at equilibrium 2.56 into 10 raised to minus 2 atm. So that is the value for Kp for this particular dissociative equilibrium. If the total pressure at equilibrium condition la total pressure is 1 atm, then the percentage dissociation of AB, and the percentage dissociation can be represented by alpha. അല്ലേ, പെർസെൻറ്റേജ് ഡിസോസിയേഷൻ നമ്മൾ കാണിക്കുന്നത് ആൽഫയാണ്. ആൽഫ ഈസ് ആക്ച്വലി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇഫ് ഇറ്റ് ഈസ് പെർസെൻറ്റേജ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് പെർസെൻറ്റേജ് ആൽഫ. സോ ഇതെന്താണെന്നാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോൾ ഇതിൽ ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ആൻഡ് ദേ ആർ ആസ്കിങ് അബൌട്ട് percentage dissociation. So if first you calculate alpha, then you can multiply that with 100 so that the final value will be percentage alpha.
അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോവാണ്. ഇത് ചെയ്യുന്ന രീതി, ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ബാലൻസ്ഡ് ഫോമിലാണോ നോക്കുക. ബാലൻസ്ഡ് ഫോമിലായിരിക്കണം, കാരണം ഇത് എ ബി ഒരു ഹിപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ആ റിയാക്ഷൻ എടുത്ത് എഴുതി എ ബി ഗ്യാസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ ഗ്യാസ് പ്ലസ് ബി ഗ്യാസ് അല്ലേ. ഇത് നടത്തുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? 30 ഡിഗ്രി സെൽഷ്യസിലാണ്. ടെമ്പറേച്ചർ വേറെ മാറിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ഇനി അദ്ദേഹത്തിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഈ ഒരു ഡിസോസിയേഷൻ ഇക്വിലിബ്രിയത്തിൽ കെ പിയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 2.56 × 10⁻² ATM. നമ്മൾ അതും കൂടെ ഇവിടെ എഴുതി വെക്കുവാണ്. കെ പി ഈസ് ഈക്വൽ ടു 2.56 × 10⁻² ATM ആൻഡ് ദിസ് ഇസ് ദി കെ പി ഫോർ ദിസ് ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഇഫ് ദി ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം അറ്റ് ഇക്വിലിബ്രിയം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇക്വിലിബ്രിയത്തിലാണ്. സോ ദിസ് ഇസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആൻഡ് ദിസ് ഇസ് ദി പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം, ദെൻ ദി പെർസെൻറ്റേജ് ഡിസോസിയേഷൻ. സോ അറ്റ് ഇക്വിലിബ്രിയം ഏതൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സാണ് നമ്മുടെ കയ്യിലുള്ള, എല്ലാവരും ഉണ്ടാവും അല്ലെ. ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് വെച്ചാൽ മീനിങ് റിവേഴ്സിബിൾ പ്രോസസ്സിൽ മാത്രം സംഭവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇക്വിലിബ്രിയം. റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. റിവേഴ്സിബിൾ ഡസൻറ്റ് മീൻസ് ദാറ്റ് ദി ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഇൻ ഈക്വൽ സ്പീഡ്. സോ അത് ഈക്വൽ സ്പീഡിലായാൽ ദെൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇക്വിലിബ്രിയം. മനസ്സിലായി? അപ്പോൾ എല്ലാ റിവേഴ്സിബിൾ റിയാക്ഷനും ഇക്വിലിബ്രിയം അല്ല, പക്ഷേ എല്ലാ ഇക്വിലിബ്രിയവും റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പൻസ് ഓൺലി ഇൻ ക്ലോസ്ഡ് വെസൽ. ഓപ്പൺ വെസലിലാണെങ്കിൽ ഒരു റിയാക്ഷൻ നടന്ന പ്രൊഡക്റ്റ് escape out from the system, so there is no possibility for having an equilibrium condition for that particular reaction. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ക്ലോസ്ഡ് വെസലിലായിരിക്കണം റിയാക്ഷൻ നടത്താൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസോസിയേഷൻ ഇക്വിലിബ്രിയം എഴുതി, കെ പി എഴുതി. ഇനി അവർ തന്നിരിക്കുന്ന ഒരു കാര്യം ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം വിച്ച് ഈസ് ഈക്വൽ ടു 1 ATM എന്ന് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിത് പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം എന്ന് തന്നു. സോ ദാറ്റ് ഈസ് ദി സം ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് എ ബി, എ ആൻഡ് ബി അക്കോർഡിംഗ് ടു ഡാൾട്ടൺ. ഡാൾട്ടൺ പറഞ്ഞിട്ടുണ്ട് ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗേഷ്യസ് കമ്പോണന്റുകളുടെ എല്ലാം പ്രഷറിന്റെ സം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പി അറ്റ് ഇക്വിലിബ്രിയം ഇസ് ഈക്വൽ ടു 1 ATM വിച്ച് ഇസ് ദി ടോട്ടൽ പ്രഷർ ആണ് അല്ലെ, വിച്ച് ഇസ് ദി ടോട്ടൽ പ്രഷർ ഓഫ് ദി സിസ്റ്റം ആണ്. സോ ദിസ് ഇസ് പി ടോട്ടൽ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവർ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇത്രയുമാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് വേണ്ടത് ആൽഫയാണ്. അപ്പോൾ എഴുതുന്ന രീതി, ഇപ്പം ഞാൻ ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇത്ര എടുത്ത ഡീറ്റെയിൽസായി ഞാനിത് ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതുവാണ്. എ ബി ഗ്യാസ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ ഗ്യാസ് ആൻഡ് ബി ഗ്യാസ്. ഇതാണ് റിയാക്ഷൻ അല്ലേ. ഇനി ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാൻ എഴുതിയിട്ടുണ്ട് ആൻഡ് ദാറ്റ് മീൻസ് ദി സിസ്റ്റം ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ഇനി നമ്മൾ റിയാക്ഷൻ തുടങ്ങാൻ പോവാണ്. തുടങ്ങുമ്പോൾ തന്നെ അത് ഇക്വിലിബ്രിയം ആണെന്ന് ഉറപ്പൊന്നുമില്ല. തുടങ്ങുമ്പോൾ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, ഫോർവേഡും ബാക്ക്വേർഡും നടക്കും. യൂഷ്വലി ഫോർവേഡ് ചിലപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും, ബാക്ക്വേർഡ് സ്പീഡ് കുറവായിരിക്കും. ആൻഡ് വി ഡോണ്ട് നോ ആക്ച്വലി വാട്ട് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഇത് ഇക്വിലിബ്രിയം അല്ല, ജസ്റ്റ് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യുമ്പം നമ്മളുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ടേബിൾ എഴുതുക. ദാറ്റ് ഈസ് ഇവിടെ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതണം. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എത്രയാണ് എന്നറിയില്ല. അറിയില്ലെങ്കിൽ നിങ്ങൾ 1 mol എന്ന് എടുത്താൽ മതി. ബിക്കോസ് കെ പി ആൻഡ് കെ സി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. അതായത് കോൺസെൻട്രേഷൻ നിങ്ങൾ ഏതെടുത്താലും കെ പിയുടെയും കെ സിയുടെയും വാല്യൂ മാറാൻ പോകുന്നില്ല ഇഫ് ദി ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങൾക്ക് 1 എടുക്കാൻ ഇഷ്ടമെങ്കിൽ എടുത്തോ, 2 എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ എടുത്തോ. അപ്പം ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ 1 എടുക്കുന്നതാണ് നല്ലത്. സോ സപ്പോസ് ദിസ് ഈസ് 1 mol ആൻഡ് യു ക്യാൻ ഹാവ് 0 moles ഓഫ് എ ആൻഡ് ബി ബിക്കോസ് ഇനീഷ്യൽ കണ്ടീഷനിൽ റിയാക്ടൻ്റ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പ്രൊഡക്റ്റ് എന്തായാലും നമ്മുടെ കയ്യിലില്ല. ഇനീഷ്യലി നമ്മുടെ കയ്യിൽ 1 mol റിയാക്ടൻ്റേ ഉള്ളൂ. ഇനി അറ്റ് ഇക്വിലിബ്രിയം അല്ലേ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്പർ ഓഫ് മോൾസ് എന്താണെന്ന് എഴുതണം. ഇവിടെ നമ്മൾ മോൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര പെർസെൻറ്റേജ് പോയി എന്നാണ് ചോദ്യം. പെർസെൻറ്റേജ് ഡിസോസിയേഷൻ അല്ലെ, എ ബി എത്ര പെർസെൻറ്റേജ് ഡിസോസിയേറ്റ് ചെയ്തു നമുക്കറിയില്ല. അപ്പം നമ്മൾ അതിന് എന്തെടുക്കും? ആൽഫ എന്നെടുക്കാം അല്ലേ. അപ്പോൾ ഈ 1ന്റെ എത്രയോ പെർസെൻറ്റേജാണ് പോയത്. സോ ഇപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ളത് നേരത്തെ 1 ഉണ്ടായിരുന്നു, അതിൽ നിന്നും 1ന്റെ എത്രയോ പെർസെൻറ്റേജ്. സോ ദിറ്റ് ഈസ് 1 ആൽഫ എന്ന് എഴുതാം. നിങ്ങൾ ആ 1 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 1 - 1 ആൽഫ ഞാൻ അതൊരു എളുപ്പത്തിന് എഴുതിയ, കാരണം 1ൽ നിന്ന് 1ന്റെ എത്രയോ പെർസെൻറ്റേജ് പോയി. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇവിടുത്തെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ് അല്ലേ. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്? 1 mol എ ബി ക്യാൻ പ്രൊഡ്യൂസ് 1 mol എ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ആൽഫ മോൾ ഓഫ് എ ബി ക്യാൻ പ്രൊഡ്യൂസ്
1 alpha mole of A. So ഇവിടെയും 1 alpha വരും and here same 1 alpha. So this is simple basic concept ആണ്. ഇനി നിങ്ങൾ ഇവിടെ 1 alpha എന്ന് എഴുതേണ്ട ആവശ്യം ഇനിയില്ല അല്ലേ. ഇവിടെ ഇപ്പം 1 alpha എന്ന് എഴുതേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അവിടെ കിടന്നോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? ഇക്വിലിബ്രിയം കണ്ടീഷനുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി ഇക്വിലിബ്രിയം കണ്ടീഷനിലെ നമ്പർ ഓഫ് മോൾസ് ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇനി നമ്മൾക്ക് വേണ്ടത് പെർസെൻറ്റേജ്, ഈ ആൽഫ കണ്ടുപിടിക്കണം. അതിനെപ്പോഴും നമ്മൾ കെ പി അല്ലെങ്കിൽ കെ സി വാല്യൂ തന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ കെ പി വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ് കെ പിയുടെ എക്സ്പ്രഷൻ എന്ന് നോക്കാം. പറഞ്ഞേ, കെ പി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി ആൻഡ് ദാറ്റ്സ് വൈ വി ക്യാൻ കോൾ ഇറ്റ് ആസ് കെ പി എന്ന് വിളിക്കാൻ കാരണം അതുകൊണ്ടാണ് അല്ലേ. പ്രഷറിന്റെ ടേംസ് അല്ല, പാർഷ്യൽ പ്രഷർ ഓഫ് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ്. എക്സ്പ്രഷൻ എഴുതാൻ നിങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ മുമ്പിലുള്ള വേറൊരു വെല്ലുവിളിയാണ് എങ്ങനെയാണ് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കുക. ഈ പ്രഷറിനെ കുറിച്ച് എല്ലാം പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ആളെന്ന് പറയുന്നത് ഡാൾട്ടൺ ആണ്. സോ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അനുസരിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട് അല്ലേ. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് എനി കമ്പോണൻറ്റ് വിൽ ബി ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു എഫ് എനി കമ്പോണൻറ്റ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ശരി, അപ്പം നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് എയും ബിയും എ ബിയും കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് ഞാനിവിടെ എഴുതുക. പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി എഴുതാം. എങ്ങനെയാണ്? ടോട്ടൽ പ്രഷർ പി അല്ലേ, നമുക്കറിയാം. ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ബി എന്ന് എഴുതാം. ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം എത്രയാണ്? 1 എന്നവർ തന്നിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഈസ് 180 m ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ ബി എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലെ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പം നമുക്ക് 180 m പി അറിയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബി അറിയാം. എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബി അറ്റ് ഇക്വിലിബ്രിയം? 1 മൈനസ് ആൽഫ. പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറിയില്ല. നമുക്ക് എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബി പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ ആൻഡ് യു നോ ദിസ് ഇസ് 1 പ്ലസ് ആൽഫ എന്ന് കിട്ടി. 1 പ്ലസ് ആൽഫ എന്നായി. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം? 180 m ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബി 1 മൈനസ് ആൽഫ, നമ്പർ ഓഫ് മോൾസ് ടോട്ടൽ 1 പ്ലസ് ആൽഫ എന്ന് എഴുതി. സോ ദിസ് ഈസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? പാർഷ്യൽ പ്രഷർ ഓഫ് എയും പാർഷ്യൽ പ്രഷർ ഓഫ് ബിയും എഴുതാം അല്ലേ. അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ 180 m, മോൾ ഫ്രാക്ഷൻ ഓഫ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് വിച്ച് ഈസ് ഈക്വൽ ടു 180 m ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ അറ്റ് ഇക്വിലിബ്രിയം ഈസ് ആൽഫ ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് 1 plus alpha. Therefore PB is also same 180 m into alpha divided by 1 plus alpha. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും പി എയുടെ ഇതാണെങ്കിൽ ബിയും സെയിം നമ്പർ ഓഫ് മോൾസ് തന്നെയാണ്, ഈക്വൽ എമൗണ്ടേ വരുള്ളൂ. ഇനി നമ്മൾ ഇതിനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുക. നമുക്ക് 180 m എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. ഇവിടെ എന്ത് എഴുതിയാൽ മതി? 1 മൈനസ് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ 80 m എന്ന് എഴുതാം. ഇത് നമുക്ക് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ 80 m, കാരണം 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെയാണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 പ്ലസ് ആൽഫ 80 m എന്ന് എഴുതാം. സോ നോ പ്രോബ്ലം അല്ലേ. ഓക്കെ, ഇനി നമ്മൾ കെ പിയുടെ എക്സ്പ്രഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കെ പിയുടെ എക്സ്പ്രഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ എടുത്ത് എഴുതുന്നു. കെ പി ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി എന്ന് എഴുതി. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് കെ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.56 ഇൻറ്റു 10⁻² ആണ്. അപ്പം ഞാനത് എഴുതുവാണ് 2.56 ഇൻറ്റു 10⁻² ATM വിച്ച് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ. പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ATM. അടുത്ത പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നതും ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ATM ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ ബൈ 1 പ്ലസ് ആൽഫ ആൻഡ് ദാറ്റ് മച്ച് ATM ക്യാൻസൽ ആൻഡ് ദിസ് ATM വിൽ ബി ക്യാൻസൽ. സോ യു ക്യാൻ സോൾവ് ചെയ്യുമ്പോൾ നോക്കണം. മേളിൽ നമ്മൾ എന്ത് എഴുതി? ആൽഫ സ്ക്വയർ ബൈ 1 പ്ലസ് ആൽഫ എന്ന് എഴുതുന്നു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1 പ്ലസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ എന്ന് വരുന്നു. 1 plus alpha cancel which is equal to alpha square by 1 minus alpha. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? 2.56 ഇൻറ്റു
10 raised to minus 2 which is equal to alpha square by 1 minus alpha എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നോക്കി, ഇത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2.56 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 മൈനസ് ആൽഫ അല്ലെ 2.56 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ആൽഫ. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് 2.56 into 10 raised to minus 2 alpha minus 2.56 into 10 raised to minus 2 equal to 0. So this is a quadratic equation and alpha is equal to minus b plus or minus root of b square minus 4ac divided by 2a. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ആൽഫ ഈസ് വെരി മച്ച് സ്മോളർ ദാൻ 1 ആണ്. ആൽഫയുടെ വാല്യൂ ഭയങ്കര ചെറുതാണ്. ദെയർഫോർ 1 മൈനസ് ആൽഫ ക്യാൻ ബി അപ്രോക്സിമേറ്റ് ടു 1. അങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു രീതി നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, പക്ഷെ സമയം പോകും. നമുക്ക് സമയം റെഡ്യൂസ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തു 1 മൈനസ് ആൽഫ 1. അപ്പോൾ ആൽഫ സ്ക്വയർ ഈക്വൽ ടു എന്ത് വന്നു? 2.56 into 10 raised to minus 2. Therefore, alpha is equal to root of 2.56 into 10 raised to minus 2. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഡെസിമൽ കളയുന്നു. എനിക്ക് ഡെസിമൽ ഇട്ട് ചെയ്യുന്നത് വലിയ താല്പര്യമില്ല. സോ ഡെസിമൽ കളയാൻ വേണ്ടി 256 into 10 raised to minus 4 ആക്കുന്നു. So this is root of 256, 16. Root of 10 raised to minus 4, 10 raised to minus 2. So this is alpha which is equal to 0.16 ആണ് alpha. But they want percentage alpha. Therefore, percentage alpha is equal to alpha into 100 which is equal to 0.16 into 100 equal to 16% ആണ് ഈ ക്വസ്റ്റ്യനിലെ ഡിസോസിയേഷൻ, പെർസെൻറ്റേജ് ഡിസോസിയേഷൻ ഓഫ് എ ബി. ആൻഡ് നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ 87%, 13%, 43.5% and 16%. So answer option 4 ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത്. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നോർത്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. സോ ദിസ് ഈസ് വൺ ഷുവർ പോർഷൻ. അതായത് ഈ രീതിയിൽ കെ പി വെച്ചിട്ട് ഈ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനോ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷറോ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നിങ്ങൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഡാൾട്ടൺസ് ലോയും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് റെഡിമെയ്ഡ് ഇക്വേഷൻ കുക്ക് ചെയ്തുണ്ടാക്കി തരാൻ പറ്റില്ല. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ പറയാൻ പറ്റില്ല. വി ക്യാൻ യൂസ് അവർ കോമൺ സെൻസ്, അവർ ലോജിക്. ആ ലോജിക് അനുസരിച്ചും ബേസിക് കോൺസെപ്റ്റ് അനുസരിച്ചും മാത്രമാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ ഫ്രം ഇക്വിലിബ്രിയം ചാപ്റ്റർ ആണ്. For the reaction AB gives A plus B, same reaction. AB is 33% dissociated and they give alpha, percentage alpha, and total pressure of P. Therefore, P is related to Kp by which of the following option? നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഞാൻ രണ്ടാമതായിട്ട് എടുക്കാൻ കാരണം ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ കോൺസെപ്റ്റ് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. സോ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം അവർ തന്നിരിക്കുന്ന എ ബി ഗ്യാസ് ഈസ് ഇക്വിലിബ്രിയം വിത്ത് എ ഗ്യാസ് ആൻഡ് ബി ഗ്യാസ് ആണ് അല്ലെ, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി അവർ എ ബിയുടെ പെർസെൻറ്റേജ് ആൽഫ അല്ലെ, പെർസെൻറ്റേജ് ആൽഫ ഓഫ് എ ബി എന്ന് പറയുന്നത് 33% ആണെന്ന് തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബി എത്രയാണോ ഉള്ളത് അതിൻ്റെ 33% ഡിസോസിയേറ്റ് ചെയ്യും. ഇനി ടോട്ടൽ പ്രഷർ പി, ദർഫോർ പിയും കെ പിയും തമ്മിലുള്ള റിലേഷനാണ്. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. കെ പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. പറഞ്ഞേ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി വേണം. അപ്പം നമുക്ക് പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ ഡാൾട്ടൺസ് ലോ അനുസരിച്ച് ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ആണ്. ടോട്ടൽ പ്രഷർ അവർ പി എന്ന് തന്നിട്ടുണ്ട്, ഇക്വിലിബ്രിയം പി, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ അറിയണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് അറിയണം. സോ സെയിം കോൺസെപ്റ്റ്, ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എഴുതുവാണ്. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ 1 എടുത്തു. സോ ദിസ് ഇസ് 0 and 0. അറ്റ് ഇക്വിലിബ്രിയം അല്ലെ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്പർ ഓഫ് മോൾസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എ ബിക്ക് 1 മോൾ ഉണ്ടായിരുന്നു, അതിൽ നിന്നും 1ന്റെ 33% കുറയുന്നു. മനസ്സിലായി? അത്രയും ഡിസോസിയേറ്റ് ചെയ്തു. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.33 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.67 ആണ്. അതവിടെ നിൽക്കട്ടെ. 1 മൈനസ് ഇത്രയുമാണ് ഡിസോസിയേറ്റ് ചെയ്ത് പോയത്. അപ്പോൾ ഒന്ന് ആലോചിക്കേ, ഒരു മോൾ എ ബിക്ക് 1 മോൾ എ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ 0.33 മോൾ ഓഫ് എ ബിക്ക് 0.33 മോൾ ഓഫ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് 0.33 മോൾ എന്ന് തന്നെ എഴുതണം. സപ്പോസ് ഇവിടെ 2A ആയിരുന്നു എങ്കിൽ ഇതിന്റെ ഇരട്ടി വന്നേനെ, പക്ഷെ ഇവിടെ ആവശ്യമില്ല. ഇവിടുന്ന് 0.33 പോയെങ്കിൽ അവിടെയും 0.33 ആൻഡ് ദേ ആർ ഓൾസോ 0.33, ഇവിടെയും 0.33 വരുള്ളൂ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മോൾസ് എഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബി പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു 0.67 പ്ലസ് 0.33 പ്ലസ് 0.33 എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇത് ചെയ്യുമ്പം മൊത്തം ആഡ് ചെയ്യുമ്പം ഇത് ശരിക്കും 1 മൈനസ് 0.33 ആണ്, 0.67. 1 മൈനസ് 0.33 പ്ലസ് 0.33 ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോട്ടെ, ആൻസർ 1.33 മോൾസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പാർഷ്യൽ പ്രഷർ ഓഫ് എയും ബിയും എ ബി എഴുതണം. സോ പാർഷ്യൽ പ്രഷർ ഓഫ് എ ബി ഇസ് ഈക്വൽ ടു total pressure into number of moles of AB 0.67 divided by total number of moles 1.33. Partial pressure of A യും partial pressure of B യും സെയിം ആണ്. We know this number of moles സെയിം അല്ലേ? സെയിം തന്നെ കിട്ടും. എങ്ങനെയാ? Total pressure into number of moles of A or B 0.33. Total number of moles is 1.33 എന്ന് കിട്ടി. ഇനി നമ്മളത് കെ പിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ കെ പി വിച്ച് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് പി ഇൻറ്റു 0.33 ഡിവൈഡഡ് ബൈ 1.33 ആണ്. ഇൻറ്റു അടുത്തതോ പി ഇൻറ്റു 0.33 ഡിവൈഡഡ് ബൈ 1.33 ആണ്. ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 0.67 ഡിവൈഡഡ് ബൈ 1.33 ആണ്. ഇനി നമ്മൾ ഇതിനെ എന്താ സോൾവ് ചെയ്തെടുത്താൽ മതി അല്ലേ? ഒരു പി ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. കെ പി ഇസ് ഈക്വൽ ടു 0.33 ഇൻറ്റു 0.33 അല്ലേ, ഡിവൈഡഡ് ബൈ 1.33 ഇൻറ്റു 1.33 അല്ലേ, ആൻഡ് ദാറ്റ് മച്ച് പി ഉണ്ട്. ഇത് നേരെ മേളിൽ വരുമ്പോൾ 1.33 ഡിവൈഡഡ് ബൈ 0.67 എന്ന് വരും. 1.33 ക്യാൻസൽ ആയി പോകുന്നു. ഇവിടെ നമുക്കൊരു 2 ടൈംസ് എഴുതാം അല്ല, ഏകദേശം ഒരു 2 ടൈംസ് എഴുതാം. ഇനി നമ്മൾ ബാക്കിയുള്ള സോൾവ് ചെയ്യണം. സോ ഇവിടെ കെ പി ഇസ് ഈക്വൽ ടു സംതിങ് പി ആ. നമുക്ക് വേണ്ടത് ഓപ്ഷനിൽ നോക്കി പി ഇസ് ഈക്വൽ ടു എത്ര കെ പി എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് പി എടുക്കാം അല്ലെങ്കിൽ കെ പി എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. സോ ഇതിൽ നിന്ന് പി എടുക്കുകയാണെങ്കിൽ പി ഇസ് ഈക്വൽ ടു കെ പി ഇൻറ്റു 1.33 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.33 എന്ന് വരും. ശരിയല്ലേ? 1.33 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 0.33 വിച്ച് ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു 133 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 33 എഴുതാം, കാരണം ഡെസിമൽ പോയിന്റ് ഈക്വൽ ആകുമ്പോൾ കുഴപ്പമില്ല. സോ വിച്ച് ഈസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇത് 266 ഡിവൈഡഡ് ബൈ 33 സംതിങ് ആണ്. അപ്പോൾ നമുക്കതൊന്നും ചെയ്ത് നോക്കാം. ഏകദേശം 266 ഡിവൈഡഡ് ബൈ 33 എന്ന് പറയുമ്പോൾ എത്ര വരും? ഏകദേശം ഒരു 8 ടൈംസ് വരുമായിരിക്കും. 8 ടൈംസ് അല്ലേ? 26 കണ്ടോ? 8 ടൈംസ്. അപ്പോൾ ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി 8 കെ പി ആണ്. സോ ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം ഈക്വൽ ടു 8 കെ പി എന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ആദ്യത്തെ പ്രോബ്ലം ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മൾ രണ്ടാമത് ഇതേ ക്വസ്റ്റിൻ്റെ പാറ്റേൺ തന്നത്. സോ ആൻസർ ഓപ്ഷൻ 4 വരും. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നല്ല, ഇതേ പാറ്റേണിൽ ചോദിച്ചിരിക്കും. കെ പി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് എഴുതണം, ഇക്വിലിബ്രിയം കണ്ടീഷനിലെ നമ്പർ ഓഫ് മോൾസ് എഴുതണം, ടോട്ടൽ number of moles എഴുതണം, partial pressure according to Dalton's law കണ്ടുപിടിക്കണം. Then you can substitute that values into Kp and we can do the rest of the things. So you can finally reach up to answer. 100% sure ആണ്. Okay, we are going to third question. Calculate Kc for the reversible process given below if Kp is equal to 167 and temperature equal to 800 degrees Celsius. Equation: calcium carbonate solid which is in equilibrium with the calcium oxide solid and carbon dioxide solid. It is very important to note down the physical state of the reactants and products. അപ്പോൾ ഇതിൽ അവർ തന്നിരിക്കുന്ന കെ പി ആണ് ആൻഡ് വി വോണ്ട് കെ സി ആൻഡ് ദിസ് ഇസ് മേ ബി 99% ഷുവർ ആണ്. നിങ്ങളുടെ ഈ തവണത്തെ നീറ്റിൻ്റെ എക്സാമിന് ഈ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ചോദിക്കാൻ ചാൻസ്. ഏതാ? കെ പി ആൻഡ് കെ സി. ഇവരുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണ്. കെ പി വിച്ച് ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ് അല്ലേ? ഡെൽറ്റ എൻ. നിങ്ങൾ ഈ ഡെൽറ്റ എന്നിന് താഴെ ജി എന്നും കൂടെ ഓർത്ത് വെച്ചോ. ഡെൽറ്റ എൻ ജി ഓൺലി ഫോർ ഗ്യാസസ്, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇതിൽ ഡെൽറ്റ എൻ ജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഗേഷ്യസ് റിയാക്ടൻ്റ് ആണ്.
അപ്പോൾ ഇവിടെ ഈ റിയാക്ഷനിൽ ഗേഷ്യസ് പ്രൊഡക്റ്റ് എത്രയാണ്? 1 ഉള്ളൂ. ഗേഷ്യസ് റിയാക്ടന്റ് 0, സോ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി ചില റിയാക്ഷനിൽ നിങ്ങൾ ചിലപ്പം ഇത് ഗ്യാസ് എന്നുള്ള കാര്യം മറന്നുപോയി. ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ 2ൽ നിന്ന് 1 കുറച്ചാൽ 1 തന്നെ കിട്ടും. ലോജിക്കലി തെറ്റാണെങ്കിലും നിങ്ങൾക്ക് അറിയാണ്ട് തെറ്റ് ചെയ്താലും ആൻസർ കിട്ടും. പക്ഷേ ചില ഇക്വേഷനിൽ അങ്ങനെയല്ല കേട്ടോ, നമ്മൾക്ക് തെറ്റ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് ΔNG എപ്പോഴും ഗ്യാസുകൾക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, KP നമുക്ക് തന്നിട്ടുണ്ട് 167 എന്ന് തന്നിട്ടുണ്ട്. KC നമ്മൾക്ക് അറിയില്ല. Rന്റെ വാല്യൂ ഏതാണ് എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും. ഇവരാണെങ്കിൽ പ്രഷർ KCയുടെ യൂണിറ്റ് അല്ലെങ്കിൽ അവർ തന്നിട്ടുമില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. 167 ഏതാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ 167 ചിലപ്പോൾ ATM ആകാം, ചിലപ്പം ബാർ ആകാം. അപ്പോൾ ATM ആണ്. ഒന്നും തന്നിട്ടില്ലേ നിങ്ങളത് ATM എടുത്തോ, നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ KC ഇൻറ്റു RT 0.0821 ആണ് അല്ലേ, ലിറ്റർ അറ്റ്മോസ്ഫിയറിലെ Rന്റെ വാല്യൂ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 800 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിൽ ഇട്ടോണം. ദറ്റ് ഈസ് 1074 റൈസ് ടു ΔNന്റെ വാല്യൂ 1 ആണ്. 800 ഡിഗ്രി സെൽഷ്യസ് 800 പ്ലസ് 273 എന്ന് പറയുമ്പം 371073 1073 Kelvin, the whole 1. ആ 1 എവിടുന്ന് വന്നു? ΔNന്റെ വാല്യൂ. Therefore, KC which is equal to 167 divided by 0.0821 into 1073 എന്ന് കിട്ടും. ഇനി നമ്മളിത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പം 1073 into 821 ചെയ്ത് കഴിഞ്ഞാൽ this is 3701. 6, 4, remainder 1 and this is 1 and this is 2. 4 remainder 2, 8 remainder 5, this is 5 and this is 8. So 3 remainder 1, 9, 0 remainder 1, 8 and 8. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ കിട്ടും? 167 ഡിവൈഡഡ് ബൈ 4 ഡെസിമൽ പ്ലേസ് മാറ്റിയിടണം. സോ 4 ഡെസിമൽ പ്ലേസ് വരുമ്പം 88.0933 വരും. ഞാനിതിന് അപ്രോക്സിമേറ്റ്ലി 167/88 ചെയ്യുവാണ്. So 167 divided by 88, 1 time 88 വരും. So this is 9 അല്ലേ, 9 വരും and 79. Then 0 again 0.8 വരും. So 4, 6 and this is 6 വരും. ഇത് 86 വരും. ഇപ്പോൾ ഏകദേശം ഒരു 9 ടൈംസ് ആയിരിക്കും വരുന്നത്. 1.89 എന്ന് ആൻസർ കിട്ടും. സോ ദിസ് ഇസ് 1.89. ഇവിടെ ആൻസേഴ്സ് എല്ലാം ഭയങ്കര ക്ലോസ്ഡ് ആണ്, പക്ഷേ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെയുണ്ട് 1.89. സോ ഓപ്ഷൻസ് തമ്മിൽ ഭയങ്കര ക്ലോസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാൽക്കുലേഷൻസ് വളരെ നന്നായിട്ട് ചെയ്യാം കേട്ടോ. ഓപ്ഷൻസ് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. 1.89 കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ KPയും KCയും തമ്മിലുള്ള റിലേഷൻ. ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. സോ വളരെ കെയർഫുള്ളായിട്ട് പ്രോബ്ലംസ് ചെയ്യാം. 4th question, 2 moles each reactant A and B are taken in a reaction flask. ഒരു റിയാക്ഷൻ ഫ്ലാസ്കിൽ നിങ്ങൾ 2 മോള് റിയാക്ടൻ്റ് എയും ബിയും എടുത്തു. Then they react in the following manner. അവർ തന്നിട്ടുണ്ട് A gas reacts with the B gas gives C gas പ്ലസ് D ഗ്യാസ്. ഇങ്ങനെ നമുക്ക് 4 റിയാക്ടൻറ്റും പ്രൊഡക്റ്റും എല്ലാം കൂടെ കൂടി തന്നു. അറ്റ് ഇക്വിലിബ്രിയം ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് കോൺസെൻട്രേഷൻ ഓഫ് C ഇസ് ട്രിപ്പിൾ ടു ദാറ്റ് ഓഫ് B. ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി റിയാക്ഷൻ ഇസ്. നമുക്ക് ആദ്യം എഴുതാം. ഇനീഷ്യൽ കണ്ടീഷനിലെ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനീഷ്യൽ കണ്ടീഷനിലെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഇത് രണ്ടും അവരങ്ങനെ പറഞ്ഞു. സോ ഇത് നമ്മൾ 0 ആയിട്ട് എടുത്തു. ഇനി അറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലേ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്പർ ഓഫ് മോൾസ് നമ്മൾ എഴുതുവാണ്. നമ്പർ ഓഫ് മോൾസ് എഴുതുവാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് 2 മൈനസ് എത്രയാ പോയെന്ന് നമുക്കറിയില്ല, നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇവിടെയും 2 മൈനസ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെയോ എക്സ് ആൻഡ് എക്സ്. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ നോക്കിയേ, എയുടെ നമ്പർ ഓഫ് മോൾസ് 2 ആ. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് പോയിക്കോട്ടെ. അപ്പോൾ ഇവിടെ മീനിങ് എന്താ? 1 മോൾ എ റിയാക്ട്സ് വിത്ത് 1 മോൾ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് മോളിന് എക്സ് മോള്. ഇവിടെയും 1 ആണ് റേഷ്യോ. അപ്പോൾ 1 മോൾ ഓഫ് എ ക്യാൻ പ്രൊഡ്യൂസ് 1 മോൾ ഓഫ് സി. സോ എക്സ് മോൾ ഓഫ് എ ക്യാൻ പ്രൊഡ്യൂസ് എക്സ് മോൾ ഓഫ് സി ആൻഡ് എക്സ് മോൾ ഓഫ് ഡി ലൈക്ക് ദാറ്റ്. സോ നമ്മൾ അങ്ങനെ എഴുതി. ഇനി നിങ്ങൾക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. ഇതാണ് ഇവിടെ ഏറ്റവും നോട്ട് ചെയ്യേണ്ട കാര്യം.
കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം ആണ് വേണ്ടത്. അതിന് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് കോൺസെൻട്രേഷൻ. എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ കോൺസെൻട്രേഷൻ ടേബിൾ എഴുതുമ്പം ഇവിടെ നമ്പർ ഓഫ് മോൾസ് എഴുതുന്നത്. നമ്പർ ഓഫ് മോൾസ് അല്ല. നമ്മുടെ കെ സിയുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? കെ സി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. കോൺസെൻട്രേഷൻ ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ആണ്. സോ വി ഷുഡ് ഡിവൈഡ് ദി നമ്പർ ഓഫ് മോൾസ് യൂസിങ് വോളിയം സോ ദാറ്റ് ദേ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കോൺസെൻട്രേഷൻ. ബട്ട് ഇൻ അവർ ക്വസ്റ്റ്യൻ അവിടെ വോളിയം തന്നിട്ടില്ല, റിയാക്ഷൻ വെസൽ എന്ന് ചുമ്മാ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയുമ്പം നിങ്ങൾക്ക് വോളിയം 1 ലിറ്റർ ആയിട്ട് അസ്യൂം ചെയ്യാം കേട്ടോ. അസ്യൂം വോളിയം ഓഫ് ഫ്ലാസ്ക് എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഒരു കുഴപ്പമില്ല. 2 ലിറ്റർ ആണെങ്കിൽ അവർ പറയും, അപ്പോൾ നിങ്ങൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് വി എന്തെടുക്കാം? 1 ലിറ്റർ. സോ നമ്പർ ഓഫ് മോൾസും കോൺസെൻട്രേഷനും സെയിം തന്നെയാണ്. 2 - x 2 - x x. ഓക്കെ, ഇനി നമ്മൾ കെ സിയിലേക്ക് കൊണ്ടു കൊടുക്കുവാണ്. കെ സിയിലോട്ട് കൊണ്ടു കൊടുക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദി കോൺസെൻട്രേഷൻ ഓഫ് സി ഈസ് ട്രിപ്പിൾ ടു ദാറ്റ് ഓഫ് ബി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗിവൺ ദാറ്റ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ ചെയ്യണം. എങ്ങനെ? കോൺസെൻട്രേഷൻ ഓഫ് സി at equilibrium is equal to triple the concentration of B at equilibrium. ശരി, കോൺസെൻട്രേഷൻ ഓഫ് സി അറ്റ് ഇക്വിലിബ്രിയം എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 3 times കോൺസെൻട്രേഷൻ ഓഫ് ബി അറ്റ് ഇക്വിലിബ്രിയം 2 - x. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് സോൾവ് ചെയ്യാം? എക്സ് സോൾവ് ചെയ്യാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 6 - 3x. സോ 4x ഈക്വൽ ടു 6, എക്സ് ഈക്വൽ ടു 6/4 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 എന്ന് കിട്ടി. എക്സ് 1.5. ഇനി പറഞ്ഞ മക്കളെ, കെ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ പോവാണ്. കോൺസെൻട്രേഷൻ ഓഫ് സി എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് ഡി എക്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ 1 - x at കോൺസെൻട്രേഷൻ ഓഫ് ബി 1 - x. സോ വിച്ച് ഈസ് ഈക്വൽ ടു x square ഡിവൈഡഡ് ബൈ 1 - x the whole square equal to x ഇപ്പം നമുക്ക് കിട്ടിയുള്ളൂ 1.5. So this is 1.5 in 1.5 divided by 1.5 1 minus 1.5 minus 0.5 ന്റെ സ്ക്വയർ എത്രയാ? 0.5 into 0.5. So this is 15 into 15 divided by 5 into 5. Cancel 3 and 3 which is equal to 9. So നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് 4.5, 6, 9 and 1/6. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഇതിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട കാര്യം, നമ്മൾ കോൺസെൻട്രേഷൻ ടേബിൾ എഴുതുമ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന വോളിയം മൈൻഡ് ചെയ്യില്ല. വോളിയം എടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എററായിരിക്കും. നിങ്ങൾക്ക് ആ തെറ്റ് ചെയ്യുന്ന ഓപ്ഷനും കൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നിങ്ങൾ മിസ്റ്റേക്ക് കാൽക്കുലേറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്, വോളിയം ഡിവൈഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ വോളിയം ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോയാൽ എന്തുത്തരം കിട്ടും? അതും ഈ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് വോളിയം അത് മനസ്സിൽ ഓർത്തോണം. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എഴുതുമ്പോൾ നമ്പർ ഓഫ് മോൾസ് അല്ല, വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യണം. വോളിയം തന്നിട്ടില്ല എങ്കിൽ യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് 1 ലിറ്റർ. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. The dissociation equilibrium of a gas AB2 can be represented as. അവർ തന്നു 2 AB2 അല്ലെ, 2 AB2 gas is in equilibrium with 2 AB gas plus B2 gas അല്ലെ, പ്ലസ് B2 ഗ്യാസ്. ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ തന്നു. ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഈസ് എക്സ്. അവർ എക്സ് എടുക്കാൻ പറഞ്ഞു, നമ്മൾ ആൽഫയാണ് എടുത്തുകൊണ്ടിരുന്നത്, നമുക്ക് എക്സ് എടുക്കാം. ആൻഡ് ഈ സ്മോൾ കമ്പയർഡ് ടു 1 കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ചെറുതാണ്. ദി എക്സ്പ്രഷൻ റിലേറ്റിംഗ് ദി ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എക്സ് വിത്ത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ പി ആൻഡ് ടോട്ടൽ പ്രഷർ ഈസ്. എനിക്കറിയാം ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പിന്നെയും ചെയ്യുന്നതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മളുടെ വളരെ ഷുവർ ആയിട്ടുള്ളൊരു ഭാഗമാണ്. കെ പിയും ആൽഫയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എഴുതുന്നു അല്ലേ. ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 1 and this is 0 and 0. അപ്പം നിങ്ങൾ ചോദിക്കും സാറേ ഇവിടെ 2 അല്ലേ, അപ്പോൾ 2 എടുത്തുകൂടെ? എടുക്കാം, നമ്മുടെ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നിട്ടില്ല എങ്കിൽ 1 എടുക്കാനാണ് എനിക്കിഷ്ടം. നിങ്ങളും അങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷം. സോ 1 എടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും 0 0. ഇനി അറ്റ് ഇക്വിലിബ്രിയത്തിൽ നമ്പർ ഓഫ് മോൾസ് എഴുതുമ്പം ഈ 1ന്റെ എത്ര പെർസെൻറ്റേജ് ആണ് പോയതെന്ന് നമുക്കറിയില്ല. അത് അവർ പറഞ്ഞു എക്സ് ആണ്. സോ നമുക്ക് 1 - x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെയോ
ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ നോക്കിയേ, 2 മോൾ AB2 ക്യാൻ പ്രൊഡ്യൂസ് 2 മോൾ AB ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് മോൾ AB2 ക്യാൻ പ്രൊഡ്യൂസ് എക്സ് മോൾ AB. ഓർത്തോണം, ഇവിടെ 2 മോൾ AB2ന് 2 മോൾ AB പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോയത് എക്സ് മോളാണ്, അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നതും എക്സ് മോള്. അടുത്തത് 2 മോൾ AB2 ക്യാൻ പ്രൊഡ്യൂസ് എത്രയാ? 1 മോൾ B2. അത് ഓർത്തോണം, 2 മോൾ AB2ന് 1 മോൾ B2 ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് മോളിനോ അതിൻ്റെ പകുതിയെ പറ്റുള്ളൂ. സോ വി ക്യാൻ പുട്ട് x/2 ഹിയർ. അത് എഴുതാൻ പഠിക്കണം. വളരെ സിമ്പിളാണ്, മോൾ കോൺസെപ്റ്റാണ്. നിങ്ങൾ സ്റ്റോഷ്യോമെട്രി നോക്കി നേരെ തട്ടിവിടാറുണ്ട്, അങ്ങനെ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ 2 എടുക്കാം, ഇവിടെ 2 എടുക്കാം, 0 0. അപ്പോൾ ഇവിടെ 2 - 2x 2x x സെയിം തന്നെയാണ്. പക്ഷേ അങ്ങനെ പഠിക്കുമ്പോൾ അതൊരു ബൈ ഹാർട്ടിങ് ആയി പോകും. അത് വേണ്ട. നിങ്ങളിവിടെ 1 എടുക്കുക, 1ൽ നിന്ന് 1ന്റെ എക്സ് പോയി. അപ്പോൾ ഇവിടുന്ന് എക്സ് പോകുമ്പോൾ നോക്കിയേ, 2 മോളിന് 2 മോൾ ഉണ്ടായി, അപ്പോൾ എക്സ് മോളിന് എക്സ് മോള്. 2 മോളിൽ നിന്ന് 1 മോൾ ഉണ്ടായി, അപ്പോൾ എക്സിൽ നിന്ന് എക്സിൻ്റെ പകുതി. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എടുക്കണം അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് AB2 പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് AB പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് B2 വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് x plus x plus x by 2 which is equal to 1 plus x by 2 ആണ്. ഞാൻ അതിനെ 2 plus x divided by 2 എന്നങ്ങ് എഴുതി. സോ ദിസ് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഇനി നമുക്ക് വേണ്ടത് KP ആണ് അല്ലെ? നമുക്ക് KPയുടെ എക്സ്പ്രഷൻ എഴുതാം. KP is equal to, ഇക്വേഷനിലേക്ക് നോക്കിയാണെ, KP is equal to പാർഷ്യൽ പ്രഷർ ഓഫ് AB ദ ഹോൾ സ്ക്വയർ വേണം 2AB ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് B2 ഡിവൈഡഡ് ബൈ ഇത് പാർഷ്യൽ പ്രഷർ ഓഫ് AB2 ദ ഹോൾ സ്ക്വയർ. ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? പാർഷ്യൽ പ്രഷർ വേണം. പാർഷ്യൽ പ്രഷർ കിട്ടാൻ വേണ്ടി നമ്മൾ ആരെ ഉപയോഗിക്കും? ഡാൾട്ടനെ യൂസ് ചെയ്യും അല്ലേ? ഡാൾട്ടൺസ് ലോ അനുസരിച്ച് നമ്മൾ പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ പോവാണേ. പാർഷ്യൽ പ്രഷർ ഓഫ് AB2 ഈക്വൽ ടു ടോട്ടൽ പ്രഷർ അവർ P എന്ന് പറഞ്ഞു. മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് AB2 ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് AB2 1 മൈനസ് എക്സ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു? 2 പ്ലസ് എക്സ് ബൈ 2 ആണ്. ഞാൻ അതിനെ മേളിക്കൊണ്ട് ഇൻറ്റു 2 ആക്കി. ബൈ 2 മേളി ചെല്ലുമല്ലോ. അടുത്ത പാർഷ്യൽ പ്രഷർ ഓഫ് AB ആണ്. ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ബൈ 2 പ്ലസ് എക്സ് ബൈ 2 എന്നുള്ള ഞാൻ ഇൻറ്റു 2 മേളിൽ എഴുതി. പാർഷ്യൽ പ്രഷർ ഓഫ് B2 വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രഷർ ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് എക്സ് ബൈ 2 ആണ്. ബൈ എഴുതി. ബൈ എഴുതുമ്പം എന്താ? 2 പ്ലസ് എക്സ്. ഞാൻ അതിനെങ്ങനെ എഴുതുവാണ്? 2 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള മേളിൽ വരും അല്ലേ? അപ്പോൾ ഈ 2 2 കൂടെ ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് P ഇൻറ്റു എക്സ് ബൈ 2 പ്ലസ് എക്സ് എന്ന് വരും. ശരിയല്ലേ? അല്ലേ? 2 പ്ലസ് എക്സ് എന്ന് വരും. അപ്പോൾ അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ കൊടുക്കുവാണേ, നോക്കിക്കോണേ. which is equal to KP is equal to P AB അതാ P into 2x by 2 plus x the whole square into അടുത്ത PB2 P into x by 2 plus x divided by അടുത്ത PAB2 square P into 2 into അതെ AB2 നോക്കിക്കോണേ. AB2യുടെ വാല്യൂ 2 into 1 minus x 1 minus x divided by 2 plus x the whole square ആണ്. ഇനി നമ്മൾ സോൾവ് ചെയ്യണം. ഇത് പേടിക്കണ്ട. കണ്ടു കഴിയുമ്പം KP is equal to P square into 4x square by 2 plus x square into P into x by 2 plus x divided by P square into 4 into 1 minus x square divided by 2 plus x square എന്ന് വരും. ഇനി നമ്മൾ ഇതിനെ കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് കളയാം. പി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, 4 ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഇത് മേളി വരുമ്പം 2 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ വരും. ഇൻറ്റു ഒരു പിയും കൂടെ ഉണ്ട്. ഇനി ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ മോഡിഫൈ ചെയ്യാം. ഇത് 2 എണ്ണം കട്ടായിപ്പോയി. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പി ബൈ 2 പ്ലസ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു കെ പി എന്ന് വന്നു. ഇനി നമ്മളൊരു അസംഷൻ യൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കൽ പാടാ. കാരണം നിങ്ങളുടെ ഇക്വേഷൻ്റെ അകത്ത് കണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസാണ്. 2kp/p 2kp/p⁻⁴ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്താൻ പോവാം. അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞിരുന്നു എക്സ് ഈസ് വെരി മച്ച് സ്മോളർ ദാൻ 1.
സോ നിങ്ങൾക്ക് എന്ത് എഴുതാം? 2 പ്ലസ് എക്സിനെ നമുക്ക് 2 ആയിട്ടും 1 മൈനസ് എക്സിനെ നമുക്ക് 1 ആയിട്ടും അപ്രോക്സിമേറ്റ് ചെയ്യാം. അവർ തന്നിട്ടുണ്ട് അങ്ങനെ ചെയ്യാമെന്ന്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? കെ പി ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ക്യൂബ് ഇൻറ്റു പി ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ 1 ഇറ്റ് സെൽഫ്. സോ എക്സ് ക്യൂബ് ഈക്വൽ ടു എന്ത് വരും? 2 കെ പി ഡിവൈഡഡ് ബൈ പി വരും. Therefore x equal to 2 kp divided by p the whole raised to 1/3. So എക്സും കെ പിയും പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇപ്പം ഇവിടെ ആൻസർ അവർ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുമ്പം ആൻസർ ഏതാ? 2 kp. ആൻസർ ഓപ്ഷൻ 2 വരും. അപ്പോൾ ഇവിടെ നമ്മൾ കെ പിയുടെ എക്സ്പ്രഷൻ എഴുതി അതേ രീതി തന്നെയാണ് ചെയ്യുമ്പം കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ആൻഡ് ദിസ് ഇസ് ഫ്രം ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. നോക്കിയോണം. അസ്യൂം ദാറ്റ് ദി 2 ഇക്വിലിബ്രിയ ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ കണ്ടെയ്നർ അറ്റ് സം കോമൺ കണ്ടീഷൻ. 2 ഇക്വിലിബ്രിയം ഒരു ഫ്ലാസ്കിൽ തന്നെയാണ്, ഒരു കണ്ടെയ്നറിൽ തന്നെ കോമൺ കണ്ടീഷനാണ്. സെയിം ടെമ്പറേച്ചർ, സെയിം പ്രഷർ എവറിവെയർ. ഇനി റിയാക്ഷൻ 1 CO പ്ലസ് H2O ഗിവ്സ് H2 പ്ലസ് CO2 പ്ലസ് Q1. Q എന്ന് വെച്ചാൽ ഹീറ്റാ. അപ്പം മീനിങ് എന്താ? പ്രൊഡക്റ്റിൻ്റെ കൂടെ ഹീറ്റും ഉണ്ടായി. പ്രൊഡക്റ്റിൻ്റെ കൂടെ ഹീറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഏത് റിയാക്ഷനാണ്? എക്സോതെർമിക്ക അല്ലേ? അടുത്ത HI ഗീവ്സ് H2 പ്ലസ് I2 പ്ലസ് Q2. പുറത്തേക്ക് ഹീറ്റ് വന്നു എന്നാ, അപ്പോഴും ഇത് ഏതാ? എക്സോതെർമിക്ക. അപ്പം 2 റിയാക്ഷനും എക്സോതെർമിക്ക. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദി എബോ ഇക്വിലിബ്രിയം. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചോണം. നോക്കിക്കോ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുവാണേ. റിയാക്ഷൻ 2 favors in forward direction or adding CO2 while reaction 1 goes into backward direction. നമുക്ക് നോക്കാം. അതായത് ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യാം ഫ്ലാസ്കിലേക്ക്. അപ്പോൾ ഒരു ഫ്ലാസ്കിൽ തന്നെയാണ് 2 റിയാക്ഷനെ. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് ഏത് റിയാക്ഷനിലാണ്? ഈ റിയാക്ഷനിലേ ഉള്ളൂ. അപ്പം ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുമ്പം ഇയാളുടെ കോൺസെൻട്രേഷൻ കൂടും. അങ്ങനെ കൂടുന്നത് ഇക്വിലിബ്രിയത്തിന് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ കൂടിയാൽ അവിടെ കുറയ്ക്കാൻ ട്രൈ ചെയ്യും. എങ്ങനെ? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഡിറക്ഷനിലല്ല, ബാക്ക്വേർഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യും. അങ്ങനെ ബാക്ക്വേർഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യാൻ ഇയാൾക്ക് ആരുടെ ഹെൽപ്പ് വേണം? ഹൈഡ്രജൻ്റെ ഹെൽപ്പ് വേണം. അപ്പോൾ ഇയാൾ ഹൈഡ്രജനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഹൈഡ്രജൻ്റെ എമൗണ്ട് ഇവിടെ എങ്ങനെയാണ്? കുറയും. അപ്പോൾ ആ ഹൈഡ്രജൻ്റെ എമൗണ്ട് കുറയാന്ന് വെച്ചാൽ ഇവിടെ ഹൈഡ്രജൻ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന സ്ഥലം ദേ ഇവിടെയാണ്. അപ്പോൾ ഈ റിയാക്ഷൻ ഫോർവേഡും നടക്കും. അപ്പോൾ ഇവർ പറയുന്നത് റിയാക്ഷൻ 2 ഫേവേഴ്സ് ഫോർവേഡ് ഓൺ അഡീഷൻ ഓഫ് CO2 വൈൽ റിയാക്ഷൻ 1 ഗോസ് ടു ബാക്ക്വേർഡ് ഡിറക്ഷൻ. ദിസ് ഇസ് കറക്റ്റ്. ഒന്നുകൂടെ പറയാം. നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്ലാസ്കിൽ ഇട്ട് കൊടുത്തപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാർബൺ ഡൈ ഓക്സൈഡ് പുറകോട്ട് പോകണമല്ലോ, റിയാക്ഷൻ പുറകോട്ട് പോകണം. അതിനുവേണ്ടി ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യണം. ഹൈഡ്രജൻ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജൻ എടുത്തുകൊണ്ട് പോകുമ്പം ഈ റിയാക്ഷന് ചെറിയ പ്രശ്നം വരും. അപ്പോൾ ഹൈഡ്രജന്റെ എമൗണ്ട് കുറയ്ക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും? പിന്നെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഫോർവേഡ് പോവും, മറ്റേത് ബാക്ക്വേർഡ് വരും. സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ, ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അടുത്ത് ഓൺ റിമൂവൽ ഓഫ് H2 നമുക്ക് അത് വേറൊരു ഇങ്ക് കൊണ്ട് കാണിച്ചു തരാം. H2 റിമൂവ് ചെയ്യുമ്പോൾ നോക്കി, H2 റിമൂവ് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ H2വിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കുറച്ചു. അപ്പോഴോ ഈ സിസ്റ്റത്തിന് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ വീണ്ടും കൂടുതൽ H2 ഇട്ട് കൊടുക്കും. ശരിയല്ലേ? അങ്ങനെ കൂടുതൽ H2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നോക്കി, ഓൺ റിമൂവൽ ഓഫ് H2 ഫ്രം ദി കണ്ടെയ്നർ ബോത്ത് റിയാക്ഷൻ ആക്സലറേറ്റ് ഇൻ ഫോർവേഡ് ഡിറക്ഷൻ. ഇത് ഫോർവേഡ് നടന്നു. ഹൈഡ്രജന്റെ എമൗണ്ട് കുറയാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മാത്രമല്ല ഇവിടെ നിന്നും കുറയും. ഹൈഡ്രജനെ നമ്മൾ എടുത്ത് മാറ്റാന്ന് വെച്ചാൽ ഈ റിയാക്ഷനിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രജൻ മാത്രം തിരിച്ചറിയാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഹൈഡ്രജൻ പോകുമ്പം ഇവിടുത്തെ കോൺസെൻട്രേഷനും കുറയുന്നുണ്ട്. അപ്പോൾ ഇതും എന്താ? ഫോർവേഡ് ഡിറക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. അതായത് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പം ഇവിടെ റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരും, ഇവിടെ നിന്നും പോകുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സൈഡിൽ നിന്നാണ്. അപ്പോൾ റിയാക്ടൻ്റ് ഫാസ്റ്റായിട്ട് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അടുത്തത് അഡീഷൻ ഓഫ് I2 കോസസ് ടു പ്രൊസീഡ് റിയാക്ഷൻ 2 into backward and reaction 1 into forward. നമുക്ക് നോക്കാം. വേറൊരു ഇങ്കിൽ കാണിച്ചു തരാം. നോക്കണം. ഇതിൽ അവർ പറയുന്ന ഓൺ അഡീഷൻ ഓഫ് I2 എവിടെയുള്ള ഇത് ഇവിടെ. അപ്പം ഞാൻ I2ൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി. അങ്ങനെ കൂട്ടുന്ന ഈ സിസ്റ്റത്തിന് ഇഷ്ടമല്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? I2 കുറയ്ക്കാൻ വേണ്ടി ഇത് ഫോർവേഡ് വരുന്നു. അപ്പോൾ റിയാക്ഷൻ 2 എന്ന് പറയുന്ന ഫോർവേഡ് പോകും. പക്ഷേ ഈ I2 ഇങ്ങോട്ട് പോകണമെങ്കിൽ ആര് വേണം? ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ്റെ അളവ് ഇവിടെ കുറയുന്നു, ഇവിടെയും കുറയുന്നു. അപ്പോൾ ഇവിടെ കുറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? വീണ്ടും അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. സോ 1 ഫോർവേഡ് 2 ബാക്ക്വേഡ്. നോക്കിയേ, കോസ് റിയാക്ഷൻ 2 ബാക്ക്വേഡ് ആൻഡ് റിയാക്ഷൻ 1 into forward. സോ C is also correct.
അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ കെ.പി. ഓഫ് ബോത്ത് റിയാക്ഷൻ ഇൻക്രീസസ് വിച്ച് ഈസ് റോങ്. കാരണം ഇത് എക്സോതെർമിക് റിയാക്ഷനാണ്. എക്സോതെർമിക് റിയാക്ഷന്റെ പ്രത്യേകത എന്താണ്? ആസ് ടെമ്പറേച്ചർ ഇൻ റിയാക്ഷൻ ഡിക്രീസസ് ആണ്. എൻഡോതെർമിക് ആണെങ്കിൽ നേരെ തിരിച്ച്, ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ കൂടും. എക്സോതെർമിക്കിന് ടെമ്പറേച്ചർ കൂട്ടിയ റിയാക്ഷൻ കുറയും. ഇത് രണ്ടും എക്സോതെർമിക് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ രണ്ടുപേരുടെയും കെ.പി. വാല്യൂ കൂടും എന്നുള്ളത് തെറ്റാണ്. അത് തെറ്റിപ്പോയി. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ഇൻട്രൊഡക്ഷൻ ഓഫ് വാട്ടർ വേപ്പേഴ്സ് ഇൻ ടു ദി റിയാക്ഷൻ കണ്ടെയ്നർ. വാട്ടർ വേപ്പർ ഇവിടെ ഇല്ല, ഇവിടെ ഇതാണ് വാട്ടർ വേപ്പർ. അപ്പം ഞാൻ ഇവിടുത്തെ എമൗണ്ട് കൂട്ടി, അപ്പോൾ ഇക്വിലിബ്രിയത്തിന് അത് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഫോർവേഡിലേക്ക് പോകും. അങ്ങനെ ഫോർവേഡിലേക്ക് പോകുമ്പോൾ റിയാക്ഷൻ 1 ഗോസ് ടു ഫോർവേഡ് ഡിറക്ഷനായി. ശരി, അപ്പോൾ ഈ വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ട് മാറുക ചെയ്യാം. ഇങ്ങോട്ട് ഫോർവേഡ് ഡിറക്ഷനിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ നമ്മൾ വാട്ടർ വേപ്പർ ഇട്ടു, എമൗണ്ട് ഇവിടെ കൂടി, അപ്പോൾ ഇതിനത് ഇഷ്ടപ്പെടുന്നില്ല, അത് ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് പോകുമ്പോൾ മീനിങ് എന്താ? ഒരുപാട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജന്റെ എമൗണ്ട് ഇവിടെ കൂടുന്നു എന്ന് വെച്ചാൽ ഇവിടെയും കൂടുന്നു എന്നാണ് മീനിങ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ റിയാക്ഷൻ ഇങ്ങോട്ട് പോകുമ്പം ഹൈഡ്രജന്റെ അളവ് കൂടുന്നുണ്ട്, അത് പറ്റില്ല. അപ്പോൾ ഈ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആയി, അപ്പോൾ ഇത് പുറകോട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം റിയാക്ഷൻ 1 ഫോർവേഡ് ഡിറക്ഷനിലും, പക്ഷേ ഹൈഡ്രജന്റെ എമൗണ്ടിൽ റിയാക്ഷന്റെ 2 എന്ന് പറയുന്ന ബാക്ക്വേർഡ് ഡിറക്ഷനിൽ നടക്കും. ഇതും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4 4 സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിൽ കറക്റ്റ്. ആൻസർ ഓപ്ഷൻ 2 വരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലേശാറ്റ് ക്ലിയർ. നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ല, ലോജിക്കാണ്. ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. നമുക്ക് 2 അയണിക് ഇക്വിലിബ്രിയം നോക്കാം. ഒന്ന്, നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ അയോൺസ് ഇൻ 10 cm³ ഓഫ് 0.2 മോളാർ HCl സൊല്യൂഷൻ എന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിയേ, തന്നിരിക്കുന്നത് 0.2 മോളാറാണ്. സോ 0.2 മോളാർ HCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 0.2 മോളാർ H+ അയോൺ പ്ലസ് 0.2 molar Cl minus ion because HCl is a strong acid. അല്ല, ഇതൊരു സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് ഇതിന്റെ മീനിങ് ഇങ്ങനെയാണ്. നിങ്ങൾക്കറിയാം, HCl സ്പ്ലിറ്റ് ചെയ്യുമ്പം H++ Cl മൈനസ് കിട്ടും. സോ 1 മോളാർ HCl ആണെങ്കിൽ ഇതും 1 മോളാർ, ഇതും 1 മോളാർ ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ശരി, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്താണ്? 0.2 ആ. അവർ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ അയോൺസാ. ഏതാ? OH- അയോണാ. അപ്പോൾ H+ന്റെ മൊളാരിറ്റി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ OH- വേണം. നമുക്കറിയാം എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ഈക്വൽ ടു 10⁻⁻14 ആണ് അറ്റ് 298 കെൽവിൻ. ടെമ്പറേച്ചർ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ 298 എടുത്താൽ മതി കേട്ടോ. ടെമ്പറേച്ചർ മാറിയ പ്രശ്നമാണ്. ഈ ടെമ്പറേച്ചറിൽ ഈ വാല്യൂ ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ എത്രയാ? 0.2 ഇൻറ്റു concentration of OH- equal to 10⁻⁻14. Therefore, concentration of OH- equal to 10⁻⁻14 by 0.2 ആണ്. നോക്കിയാണേ, ഈ 1/0.2 എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ 1/0.2 എന്ന് വെച്ചാൽ 5 ആണ്. സോ 5 ഇൻറ്റു 10⁻⁻14 മോളാർ എന്ന് വരും. ഇത് ഏതാ? OH- കോൺസെൻട്രേഷൻ കിട്ടി. എന്താണ് ഇതിൻ്റെ മീനിങ്? 5 ഇൻറ്റു 10⁻⁻14 മോൾ OH- അയോൺ ഇൻ 1000 ml സൊല്യൂഷൻ എന്നാണ് മീനിങ്. 1000 ml എന്ന് വെച്ചാലും cm³ ഒക്കെ സെയിം ആണ് അല്ലേ? അല്ലെങ്കിൽ 1 ലിറ്റർ സൊല്യൂഷൻ. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ അയോൺസ് ഇൻ 10 cm³. അപ്പോൾ 1000 cm³ ഇങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 cm³ എങ്കിൽ 5 ഇൻറ്റു 10⁻⁻14 മോൾ OH- ഉണ്ടാവും. അപ്പോൾ 10 cm³ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കടയിൽ പോയി ഓറഞ്ച് ഒക്കെ മേടിക്കുന്ന പോലെ, അപ്പോൾ നിങ്ങൾ കടയിൽ ചെല്ലുമ്പോൾ അവർ പറയുകയാണ്, ചേട്ടാ 7 കിലോ ഓറഞ്ചിന് 490 റുപ്പീസാണ്. പക്ഷേ നിങ്ങൾക്ക് 2 കിലോ മതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാലോചിക്കും, 7 കിലോയ്ക്ക് 490 ആണെങ്കിൽ 1 കിലോയ്ക്ക് 490/7 70. അപ്പോൾ 2 കിലോയ്ക്ക് 140 അല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്ററി മെത്തേഡ്. സോ ഇവിടെ നമ്മൾ 1000-ൽ നിന്ന് 10-ലേക്ക് എത്താൻ വേണ്ടി ഡിവൈഡഡ്/100 ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ /100 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 10⁻⁻16 മോൾ ഓഫ് OH- എന്ന് വരും. നിങ്ങളോട് ചോദിച്ചേക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് OH- അല്ല, നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ അയോണാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു മോളിൽ അവഗാഡ്രോ നമ്പർ ഓഫ് അയോൺസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറിയാൻ വേണ്ടി നമ്പർ ഓഫ് ഹൈഡ്രോക്സിൽ അയോൺ അല്ലേ,
number of hydroxyl ion is equal to പറഞ്ഞേ number of moles equal to total number divided by Avogadro number. So total number is equal to number of moles into Avogadro number. Simple mathematics ആണ്. So 5 into 10 raised to minus 16 into Avogadro number നിങ്ങൾ 6 എന്ന് എടുത്ത് ചെയ്താൽ കേട്ടോ പ്രോബ്ലത്തിൽ, and that much ions form ചെയ്യും. So which is equal to 6 into 5 30 into and 10 raised to 7 ions, which is equal to 3 into 10 raised to 8 OH minus ions ആണ് മൊത്തത്തിൽ ഉള്ളത്. സോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് കോൺസെൻട്രേഷൻ ടെക്നിക്കുകൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത് 5 into 10 raised to minus 14, 3 into 10 raised to 8, 3 into 10 raised to 12, 5 into 10 raised to minus 12. സോ ആൻസർ ഓപ്ഷൻ 2 ആണ്. സോ കോൺസെൻട്രേഷൻ ടെക്നിക്കിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ PHൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. ഇഫ് pH ഓഫ് എ സൊല്യൂഷൻ ഓഫ് ബേരിയം ഹൈഡ്രോക്സൈഡ് ഈസ് 12, pH എന്ന് പറയുന്നത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ദി വാല്യൂ ഓഫ് ഇറ്റ്സ് KSP. ഇക്വിലിബ്രിയം എന്താണ് KSP? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെൻ വി ഡീൽ വിത്ത് എ സോളിബിലിറ്റി പ്രൊഡക്റ്റ്. നമുക്കറിയാം ബേരിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സോളിഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇയാൾ ഡിസോസിയേറ്റ് ചെയ്ത് ബേരിയം 2+ ആൻഡ് 2OH മൈനസ് ആയിട്ട് മാറുന്നു അക്വസ് മീഡിയത്തിൽ, അല്ലെ? അക്വസ് മീഡിയത്തിൽ ഇവരിങ്ങനെ മാറുന്നു. അപ്പൊ KSP എന്ന് വെച്ചാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം 2+ into concentration of OH minus the whole square divided by concentration of barium hydroxide വേണ്ട, കാരണം അത് സോളിഡ് നമ്മൾ എടുക്കാറില്ല, അല്ലെ? ഓക്കെ, അപ്പൊ PH അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. PH എന്ന് വെച്ചാൽ എന്താണ്? മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. അപ്പൊ ഇതിന് H+ ഉണ്ടാക്കാം. log of concentration of H+ is equal to minus 12. So concentration of H+ equal to anti-log of minus 12 എന്ന് എഴുതാം, which is equal to 10 raised to minus 12 എന്ന് വരും. 10 raised to minus 12. അപ്പോൾ ഇത് H+ന്റെ കോൺസെൻട്രേഷനാണ്. പക്ഷെ നിങ്ങൾ അവിടെ നോക്കിയേ, അവിടെ OH മൈനസ് ആ വേണ്ട. സെയിം എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് 10 raised to minus 14 അല്ലേ? അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എന്ത് വരും? 10 raised to minus 14 by concentration of H+ is 10 raised to minus 12 equal to 10 raised to minus 2 molar എന്ന് കിട്ടി. അപ്പോൾ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് കിട്ടി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ ബേരിയം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് ബേരിയം 2+ ആൻഡ് 2OH മൈനസ് ആയിട്ട് മാറി എന്ന് പറഞ്ഞു. ഇവിടുത്തെ കോൺസെൻട്രേഷൻ 10 raised to minus 2 എന്ന് പറഞ്ഞു. ദെൻ യു ക്യാൻ അപ്ലൈ മോൾ കോൺസെപ്റ്റ്. എന്നാലോചിക്കേ, 2 മോളിനാണ് 10 raised to minus 2. പക്ഷെ ഇവിടെ 1 മോളേ ഉള്ളൂ. അപ്പോഴോ ഇവിടെ 10 raised to minus 2ന്റെ പകുതി മതി. നോക്കണം, 2 mol of hydroxyl ion and corresponds to 1 mol of barium 2+ ആ. അപ്പൊ 10 raised to minus 2 മോൾ ഉണ്ടെങ്കിൽ ഇതിന്റെ പകുതി മതി. ഇതെത്രയാണ്? 0.5 into 10 raised to minus 2 which is equal to 5 into 10 raised to minus 3 എന്നായി. ഇനി നിങ്ങൾ അത് KSPയിലേക്ക് ഇട്ട് കൊടുത്തേ. Therefore KSP is equal to concentration of Ba2+ 5 into 10 raised to minus 3, concentration of OH minus 10 raised to minus 2 the whole square, which is equal to 5 into 10 raised to ഇത് എത്രയാണ്? minus 3, ഇത് minus 6 ആണ്, സോറി minus 4 ആണ്, minus 7 എന്ന് കിട്ടും. 5 into 10 raised to minus 7. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് PHൽ നിന്ന് OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എഴുതുക. സോ ആൻസർ ഓപ്ഷൻ 1. സോ 5 into 10 raised to minus 1 മോളാർ ക്യൂബ്. മോളാർ ക്യൂബ് എന്ന് വെച്ചാൽ ഇത് മോളാർ ആണ്, ഇത് മോളാർ സ്ക്വയർ ആണ്. സോ ദാറ്റ് ഈസ് മോളാർ ക്യൂബ് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 1 വരും. സോ ദിസ് ഇസ് യുവർ ക്വസ്റ്റ്യൻ നമ്പർ 8. Then we are moving into 9th one. 2 acids A and B have pKa 4 and 6. രണ്ട് ആസിഡുകളുടെ pKa pKb വാല്യൂ തന്നാൽ അവർ നമ്മൾ വീക്ക് ആസിഡ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. വീക്ക് ആസിഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം നമ്മൾ സ്ട്രോങ് ആസിഡിന് Ka Kb ഒന്നും പറയാറില്ല. വീക്ക് ആസിഡുകൾക്കാണ് Ka, വീക്ക് ബേസിന് Kb. അപ്പൊ pKa pKb വാല്യൂസ് എല്ലാം വീക്ക് 1-നാണ്. അപ്പൊ ഇവരുടെ pKa രണ്ടെണ്ണം തന്നിട്ടുണ്ട്, 4ഉം 6ഉം. ദെൻ A is 4/6 times stronger than. അപ്പം എയുടെയും ബിയുടെയും റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് 2 ആസിഡ്, അല്ല, റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് 2 ആസിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് Ka1 by Ka2
2 ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് 2 ആസിഡ്, ആദ്യത്തെ ആസിഡിന്റെ Ka1നെ രണ്ടാമത്തെ ആസിഡിന്റെ Ka2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കുക. ആൻഡ് ദിസ് ഇക്വേഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോ ആണ് അല്ലെ. ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോയിൽ നിന്നാണ് നമ്മൾ ഈ റിലേറ്റീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് 2 ആസിഡ് ഏതൊക്കെയാ? A by B. സ്ട്രെങ്ത് ഓഫ് A by B is equal to root of Ka of A by root Ka of B, which is equal to ആദ്യത്തെ ആസിഡിന്റെ Pk എന്ന് പറയുന്നത് 4ഉം Pka എന്ന് പറയുന്ന രണ്ടാമത്തെ 6ഉം ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് Ka ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി, അവർ തന്നിരിക്കുന്ന വാല്യൂ Pka ആണ്. Pka is equal to 4 ആണ്, which is equal to minus of log Ka ആണ് ഇക്വേഷൻ. നമ്മൾ പി എച്ചിന്റെ ഇക്വേഷൻ പോലെ. അപ്പൊ Ka is equal to എന്ത് വരും? 10 raised to minus 4. അപ്പൊ Ka of A 10 raised to minus 4ഉം Ka of B 10 raised to minus 6ഉം വരും. നമ്മൾ പി എച്ചിന്റെ ഇക്വേഷൻ എടുത്ത പോലെ. ഇനി അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Ka of A എന്ന് പറയുന്ന 10 raised to minus 4, B യുടെ 10 raised to minus 6, which is equal to root of 10 raised to 2 വരും. കാരണം ഇത് കട്ടായി പോയിട്ട് മേളിൽ 10 raised to 2 വരും, which is equal to 10. എന്ന് വെച്ച് കഴിഞ്ഞാൽ A by B ഈക്വൽ ടു 10 എന്ന് വെച്ചാൽ മീനിങ് എന്താ? A is equal to 10 into B എന്ന് വെച്ച് കഴിഞ്ഞാൽ A is 10 times stronger than B. stronger than B. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ബേസ് ആണെങ്കിൽ Kb1 by Kb2, ആസിഡ് ആണെങ്കിൽ Ka1 by Ka2. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓസ്റ്റ്വാൾഡ് ഡൈല്യൂഷൻ ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ ആൻസർ A is 10 times stronger than B. അപ്പോൾ A is 10 times stronger than B. ആൻസർ ഓപ്ഷൻ 2 ആണ്. ഇവിടെ 10 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട സാരമില്ല കേട്ടോ. 10 times stronger than B ആണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ ഓപ്ഷൻ 2. Then 10th question. The pKa of HCN, the hydrocyanic acid. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വീക്ക് ആണ്. കാരണം വീക്ക് ആയതുകൊണ്ടാണ് അവർ pKa തന്നിരിക്കുന്നത്. 9.30. pH of a solution prepared by mixing 2.5 moles of KCN and 2.5 moles of HCN in water and making total volume up to 500 ml. അങ്ങനെയാണെങ്കിൽ അതിന്റെ pH ആ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പം ദർ ഇസ് എ ചാൻസ് ഓഫ് ബഫർ സൊല്യൂഷൻ. ഒരു ബഫറിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ നോക്കിയാൽ മതി? ബഫർ നോക്കാൻ വേണ്ടി ഒരു വീക്ക് ആസിഡ് ഉണ്ടോ നോക്കുക. ഉണ്ട് അല്ലെ, വീക്ക് ആസിഡ് ഉണ്ട്. ഏതാണ്? HCN. എന്നിട്ട് അതിൻ്റെ കൂടെ സോൾട്ട് ഓഫ് ദിസ് വിത്ത് സ്ട്രോങ് ബേസ്. ഒരു സ്ട്രോങ് ബേസിൻ്റെ കൂടെയുള്ള ഇയാളുടെ സോൾട്ട് ഉണ്ടോ നോക്കണം. HCN ഒരു വീക്ക് ആസിഡാണ്. HCN ഒരു സ്ട്രോങ് ബേസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് KCN എന്ന് പറയുന്ന സോൾട്ട്. സോ ദിസ് ഈസ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് വിത്ത് സ്ട്രോങ് ബേസ്. അങ്ങനെ ബഫറിനെ തിരിച്ചറിയാനുള്ള മാർഗം, ഒരു വീക്ക് ആയിട്ടുള്ള ആൾ കാണും, അയാളുടെ സ്ട്രോങ്ങിന്റെ കൂടെയുള്ള സോൾട്ടും കാണും. ഇതാണ് ഒരു ബഫർ. ഇതിനെ വിളിക്കുന്ന പേര് അസിഡിക് ബഫർ. അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ബേസ്, അതിൻ്റെ കൂടെ സോൾട്ട് ഓഫ് ദിസ് വീക്ക് ബേസ് അല്ലെ, ദിസ് വീക്ക് ബേസ് വിത്ത് സ്ട്രോങ് ആസിഡ്. അതുണ്ടോ എന്ന് നോക്കിയാൽ ബഫർ ആണോ എന്ന് തിരിച്ചറിയാം. ഒന്ന്, ഒരു വീക്ക് ആസിഡ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ വീക്ക് ആസിഡ് HCN, അത് സ്ട്രോങ് ബേസിന്റെ കൂടെയുള്ള സോൾട്ട് KCN. സോ ദിസ് ഇസ് എ ബഫർ. അപ്പോൾ ബഫർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? ഹെൻഡേഴ്സൺ ഇക്വേഷൻ. ഹെൻഡേഴ്സൺ ഹസൽബാച്ച് ഇക്വേഷൻ എന്നാണ് പറയുന്നത്. അസിഡിക് ബഫർ ആയതുകൊണ്ട് pH ഈക്വൽ ടു pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എന്നാണ്. ഇനി നോക്കിയേ, 2.5 moles of KCN is dissolved in and final volume 500 ml. 2.5 moles of HCN 500 ml. So they have the same concentration. വേണം നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് മോൾസ് ഓഫ് KCN ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് HCN ആണ് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് KCN എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 2.5. വോളിയം 500 ml ആയതുകൊണ്ട് നമ്മൾ അതിന് 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഇസ് 5 molar എന്ന് കിട്ടി. ശരി, കോൺസെൻട്രേഷൻ ഓഫ് HCN എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. അഗെയിൻ 2.5 by 500 ml ആയതുകൊണ്ട് നമ്മൾ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഇസ് ഓൾസോ 5 molar. അതിന്റെ മീനിങ് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് KCNും HCNും സെയിം ആണ്. അങ്ങനെ കോൺസെൻട്രേഷൻ സെയിം ആണ് എങ്കിൽ അല്ലെ, കോൺസെൻട്രേഷൻ സെയിം ആണ് എങ്കിൽ pH ഈക്വൽ ടു pKa പ്ലസ് log 1 വരും.
കാരണം സോൾട്ടും ആസിഡും കോൺസെൻട്രേഷൻ സെയിമാ. ലോഗ് 1ന്റെ വാല്യൂ 0 സോ പി എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? പി കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു 9.30. അപ്പോൾ ഈ സൊല്യൂഷന്റെ പി എച്ച് എന്ന് പറഞ്ഞാലും പി കെ എന്ന് പറഞ്ഞാൽ സെയിം ആണ്, കാരണം സോൾട്ടിന്റെയും ആസിഡിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. സോ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും അവസാനത്തെ 5 ക്വസ്റ്റ്യൻ അയണിക് ഇക്വിലിബ്രിയത്തിൽ നിന്നും ചെയ്തു. അതാണ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. Okay, then we are moving into reaction mechanism, organic reaction mechanism. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, which one of the following compound cannot show tautomerism? ടോട്ടോമെറിസം എന്ന് പറയുന്നത് NCERT-യിൽ ഓർഗാനിക് റിയാക്ഷൻസ് എഴുതാനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ടൂളാണ്. നമുക്കിത് കൂടിയേ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടോമെറിസം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ശരിക്കും ടോട്ടോമെറിസം മൈഗ്രേഷൻ ഓഫ് H+ അയോൺസ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ ആണ്. അപ്പോൾ ഈ ഇതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കണം, ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. നമ്മൾ അങ്ങനെ നോക്കുന്നതിന് പകരം നിങ്ങൾ ഇതിൽ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതായത് ടോട്ടോമെറിസം കാണിക്കണമെങ്കിൽ Z ഡബിൾ ബോണ്ട് Y സിംഗിൾ ബോണ്ട് X എന്ന് പറയുന്നൊരു സിസ്റ്റം വേണം. ഈ Z എന്ന് പറയുന്നത് കാർബണോ ഓക്സിജനോ നൈട്രജനോ സൾഫറോ ആകാം, കോൺസ് അല്ലേ? കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. Y എന്ന് പറയുന്നത് എനി ആറ്റം ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ബോദർ ചെയ്യേണ്ട. X എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം. ഷുഡ് കണ്ടെയ്ൻ ഹൈഡ്രജൻ, ഇതിൻ്റെ അകത്ത് ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഷുഡ് കണ്ടെയ്ൻ ഹൈഡ്രജൻ. പക്ഷേ X ഒരിക്കലും ഹൈഡ്രജൻ ആവരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കണം കേട്ടോ. sp3 ഹൈബ്രിഡൈസേഷൻ പറയണം. പിന്നെ അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. പക്ഷേ X ഒരിക്കലും എന്താവരുത്? ഹൈഡ്രജൻ ആകാൻ പാടില്ല. X അങ്ങനെ തന്നെ ഹൈഡ്രജൻ ആവരുത്. അതുപോലെ തന്നെ X ഷുഡ് നോട്ട് ബ്രിഡ്ജ് ഹെഡ് ആറ്റങ്ങൾ ആകാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടോമെറിസം എഴുതാൻ പറ്റും. അപ്പോൾ ടോട്ടോമെറിസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആദ്യം നമ്മൾ ഒരു ഡബിൾ ബോണ്ട് സ്പോട്ട് ചെയ്യണം. ഇവിടെ ആകെ ഒരു ഡബിൾ ബോണ്ട് ഉള്ളൂ. അപ്പോൾ Z കൊടുത്തു, ഇവിടെ ഞാൻ Y കൊടുത്തു. Z എന്ന് പറയുന്ന കോൺസ് ആകാം, ഇവിടെ ഓക്സിജനാ, കുഴപ്പമില്ല. ഇവിടെ ഞാൻ X കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഹൈഡ്രജൻ ഇല്ല. sp3 കാരണം എങ്ങനെയാ? 1 സിഗ്മ 2 സിഗ്മ 3 സിഗ്മ 4 സിഗ്മ ബോണ്ട് ഉണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 പക്ഷേ ഇതിനകത്ത് ഹൈഡ്രജൻ വേണ്ടേ? അതില്ല. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ എടുക്കാൻ പറ്റില്ല. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഇത് X എടുക്കാമെന്ന് നോക്കിയേ. ഇവിടെ നോക്കിയോണേ 1 2 3 3 ഇത് ഹൈഡ്രജനാണ്. അപ്പോൾ ഇതിൻ്റെ X എന്ന് പറയുന്നത് sp3 ആണ്. 1 2 3 4 4 സിഗ്മ sp3 ആണ്. ഹൈഡ്രജൻ ഉണ്ട്, എന്നാലും തരില്ല, കാരണം ഇത് ബ്രിഡ്ജ് ഹെഡ് ആണ്. കണ്ടോ, ഈ 2 ഗ്രൂപ്പുകൾ ബ്രിഡ്ജ് ഹെഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന. അപ്പോൾ ഇതും പറ്റില്ല. സോ ഈ കോമ്പൗണ്ട് നെവർ ഷോ ടോട്ടോമെറിസം. സോ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇനി ഇത് നോക്കാം. ഇത് Z ആണ്, ഇത് Y ആണ് അല്ലെ? Z Y ആണ്. അപ്പൊ ഇത് X എടുത്തു, പറ്റൂല, കാരണം ഇത് sp3. അതെങ്ങനെ മനസ്സിലായി? 1 സിഗ്മ 2 സിഗ്മ പിന്നെ 2 ലോൺ പെയർ ഉണ്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ 2 സിഗ്മയും 2 ലോൺ പെയറും വന്നാൽ ടോട്ടൽ നമ്പർ 4 ആണ്. 4 വന്നാൽ sp3 ആണ്. അപ്പൊ ഇത് sp3 അതിനകത്ത് H ഇല്ല, ഹൈഡ്രജൻ ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ റൂട്ട് ക്യാൻസൽ ആയി. ഇനി ഇങ്ങോട്ടേക്ക് വരാമെന്ന് നോക്കിയാൽ ഇത് ഇല്ല, ഇത് X എടുക്കാൻ പറ്റില്ല, കാരണം ഇത് ഏതാ? sp2 കാരണം 1 സിഗ്മ 2 സിഗ്മ പിന്നെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് പൈ ബോണ്ട് ആയിപ്പോയി. അപ്പൊ 3 സിഗ്മയോ അല്ലെങ്കിൽ sp2 അതും പറ്റില്ല. അപ്പൊ നമുക്ക് ആ ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല എന്ന് പറയാം. ഇനി ഈ കോമ്പൗണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുവാണ്. ഇവിടെ ഓക്സിജൻ ആണ്, ഇവിടെ ഡബിൾ ബോണ്ടോ. ഇനി ഇവിടെയല്ലേ നമ്മൾ Z മാർക്ക് ചെയ്തേ, അപ്പൊ എന്തായാലും ടോട്ടോമെറിസം കാണിക്കില്ല. ഇനി ഇതാണ് Z എങ്കിൽ ഇതെന്ത് വരും? Y വരും. അപ്പൊ ഇത് X എന്ന് എഴുതാം അല്ലെ? നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് 2 ഹൈഡ്രജൻ അവൈലബിൾ ആണ്. ഹൈബ്രിഡൈസേഷൻ 1 2 3 4 sp3 ആണ്. ഇത് ബ്രിഡ്ജ് ഹെഡ് ആണോ? അല്ല. സോ ഈ ഡയറക്ഷനിൽ അയാൾക്ക് എന്ത് കാണിക്കാം? ടോട്ടോമെറിസം കാണിക്കാം. സോ ദിസ് വിൽ ഷോ ടോട്ടോമെറിസം. അതുപോലെ ഇത് Z ആണ്, ഇത് Y ആണ്. ഇപ്പുറത്ത് നിങ്ങൾ X എടുക്കണ്ട, കാരണം അവിടെ sp2 പക്ഷെ ഇവിടെ നിങ്ങൾക്ക് X എടുക്കാം, കാരണം ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ദിസ് വിൽ ഷോ ടോട്ടോമെറിസം. അതുപോലെ ഇത് Z ആണ്, ഇത് Y ആണ്. നിങ്ങൾക്ക് ഇവിടെ X എടുക്കാം, ഇവിടെ X എടുക്കാം, എവിടെ വേണമെങ്കിലും എടുക്കാം. സോ ദിസ് വിൽ ഓൾസോ ഷോ ടോട്ടോമെറിസം, കാരണം ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് ആൻഡ് ദിസ് ഇസ് ഓൾസോ sp3 ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1 മാത്രം ടോട്ടോമെറിസം തരില്ല. ആ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷുവർ പോർഷൻ ആണ് ടോട്ടോമെറിസം. അടുത്ത ക്വസ്റ്റ്യൻ,
ദി റേറ്റ് ഓഫ് റിയാക്ഷൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് നോക്കി. ഇത് നിങ്ങളുടെ ബെൻസീൻ്റെ ഡെറിവേറ്റീവ് ആണ്, CH2Br, ബെൻസൈൽ ബ്രോമൈഡ്. ഇതിൻ്റെ പാരാ പൊസിഷനിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഏതാണെന്ന് നമുക്കറിയില്ല. അതിനെ പിരിഡിൻ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. പിരിഡിനിലെ നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് Br- പോകുമ്പം ഇവിടെ CH2+ വരും. ആ CH2+ നൈട്രജനിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി, Br- വെളിയിൽ പോയി. ഇതൊരു റിയാക്ഷനാണ് അല്ലേ. അപ്പോൾ ഈ റിയാക്ഷനിൽ എന്താ സംഭവിച്ചത്? ഇത് ഇയാളൊരു ന്യൂക്ലിയോഫൈലാണ് അല്ലേ. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരുത്തിനെ ഇറക്കി വിട്ടു. സോ ദിസ് ഇസ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ഒരു എസൻ റിയാക്ഷനാണ്. അപ്പോൾ ഇത് ന്യൂക്ലിയോഫൈലാണെന്ന് എങ്ങനെ മനസ്സിലായി? നൈട്രജൻ ലോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പോൾ അയാൾ ഒരു ന്യൂക്ലിയോഫൈലായിട്ട് വർക്ക് ചെയ്യുന്നു, കാരണം അയാൾക്ക് ഓൾറെഡി നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ചാർജിനോടാണ് ഇഷ്ടം. അപ്പോൾ ബ്രോമിൻ ഇവിടുന്ന് ലീവ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് വന്ന് അങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതൊരു എസൻ റിയാക്ഷനാണ്. Then is influenced by the hyperconjugation effect of R. If R sequentially is R, ഈ 4 പേരെ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് വരുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ റേറ്റ് ഇൻഫ്ലുവൻസ്ഡ് ആണ്, റേറ്റ് കൂടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അത് ഇവർ പറഞ്ഞിരിക്കുന്ന ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് സ്പീഡ് കൂടുന്നതിൻ്റെ ഓർഡറിൽ എഴുതാൻ പറയുന്നു. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഈ CH3 നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്താൽ, ഇവിടെ ഇപ്പോൾ CH3 ആണ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട് അല്ലേ, ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് ഏത് കാർബൺ? sp2 ആൻഡ് ദിസ് ഇസ് ഓൾസോ sp2. അപ്പോൾ sp2 കാർബൺ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള sp3 കാർബണിൽ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം എത്രയാ? 3 എണ്ണം. കണ്ടോ, ഈ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. സോ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം ഇൻക്രീസ് ആയാൽ ഹൈപ്പർ കോൺജുഗേഷൻ ഓൾസോ ഇൻക്രീസസ് അല്ലേ. ഹൈപ്പർ കോൺജുഗേഷൻ ഓൾസോ ഇൻക്രീസസ് ആണ്. സോ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടും. ഹൈപ്പർ കോൺജുഗേഷൻ കൂടുന്നു, സോ സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ് അല്ലേ. സ്റ്റെബിലിറ്റി ഇൻക്രീസസ്, ദെയർഫോർ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. കാരണം സ്റ്റെബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇപ്പം ഇയാൾ വരുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പോൾ എന്നാലോചിക്കേ, ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കൂടുതൽ വരുന്നത് ഇപ്പം ഇവിടെ 3 എണ്ണം വന്നു. ഇയാളാണെങ്കിൽ ഇപ്പം ഈ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നിങ്ങളുടെ ബെൻസീൻ റിങ് ഇവിടെ അല്ലേ. ഇവിടെ നമ്മൾ CH2 CH3 കണക്ട് ചെയ്താൽ ഇത് sp2 ഇതിന്റെ തൊട്ടടുത്ത് വേണം. കണ്ടോ, ഇതാണ് ആൽഫ. ഇവിടെ പക്ഷേ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം 2 ഉള്ളൂ. അപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന ഇതാണ് നമ്മളുടെ ആൽഫ ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ കണ്ടോ, ഒരെണ്ണമേ ഉള്ളൂ, ഇവിടെ നോ ഹൈഡ്രജൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല റിയാക്ടിവിറ്റി വരുന്നത് ഇയാളുള്ളപ്പോഴാണ്, കാരണം ഇവിടെ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം ഭയങ്കര കൂടുതലാണ്. സോ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് എന്ന് വെച്ചാൽ ആസ് ദി നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇപ്പോൾ റിയാക്ഷന്റെ സ്പീഡ് കൂടും. സ്റ്റെബിലിറ്റി കൂടുമ്പോൾ റിയാക്ഷന്റെ സ്പീഡ് എങ്ങനെയാണ് കൂടുന്നതെന്ന് വെച്ചാൽ, ഈ മോളിക്യൂൾ ഇവിടെ ഇരിക്കുമ്പം ഇവിടെ ഉണ്ടാകുന്ന കാർബോക്യാറ്റോൺ എന്ന് പറയുന്ന ആളുടെ സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുക. അങ്ങനെ കാർബോക്യാറ്റോണിന്റെ സ്റ്റെബിലിറ്റി കൂടുക എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഈ Br- പെട്ടെന്ന് മുറിഞ്ഞു പോയി ഇയാൾ കാർബോക്യാറ്റോണായിട്ട് ഇരിക്കും. അപ്പോഴാണ് ഇയാൾക്ക് വന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്ക്? നമ്മുടെ പിരിഡിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ ഇയാളാണ് വേണ്ടത് അല്ലേ. ഏറ്റവും ഫാസ്റ്റ് അല്ല, വളരെ സ്ലോ ആയി പോകും ഇയാളാണെങ്കിൽ. അപ്പോൾ ഏറ്റവും പതുക്കെ 4, 3, 2, 1. സോ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹൈപ്പർ കോൺജുഗേഷൻ കൂടണമെങ്കിൽ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം കൂടണം. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ആൽഫ ഹൈഡ്രജന്റെ എണ്ണം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതിയാവും. സോ ആൻസർ ഓപ്ഷൻ 1 വരും. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ്സ് ദി കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഇൻ ദി ഗിവൺ കോമ്പൗണ്ട്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന അസറ്റിക് ആസിഡ്, ബ്രോമോ അസറ്റിക് ആസിഡ്, ക്ലോറോ അസറ്റിക് ആസിഡ് ആൻഡ് ഫ്ലൂറോ അസറ്റിക് ആസിഡ്. നിങ്ങൾ പറഞ്ഞു അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ആള് അല്ലേ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. അസറ്റിക് ആസിഡ് CH3 C+OH ആണ്. ഇയാളൊരു ആസിഡ് ആണ്. കാരണം ഇയാൾ H+ റിലീസ് ചെയ്തിട്ട് അസറ്റേറ്റ് അയോണിലേക്ക് മാറും. C+O- മാറി. ഇനി ഈ അസറ്റേറ്റ് അയോണിന്റെ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ നോക്കണേ. CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ +I ഗ്രൂപ്പാണ്. അപ്പോൾ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് എങ്ങനെയാണ്? നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് മോളിക്യൂളിന് നല്ലതല്ല. ഓപ്പോസിറ്റ് ചാർജുള്ള ആരെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യും. സോ ചാർജ് ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് കുറയും. അപ്പോൾ ഇയാൾക്ക് ഇപ്പം അസറ്റിക് ആസിഡ് H+ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസറ്റേറ്റ് അയോണിന് വലിയ സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഈ H+ പോകാൻ ചെറിയൊരു മടി വരും. അങ്ങനെ വന്നപ്പോഴാണ് ഈ CH2 നമ്മളൊരു ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ട് C+OH, അപ്പോൾ ഇത് O- ആയി. നോക്കിയേ, ഈ ബ്രോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? -I ഗ്രൂപ്പാണ്. ഇലക്ട്രോണിനെ ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് ഭയങ്കരമായിട്ട് കുറയും.
അതിനനുസരിച്ച് സ്റ്റെബിലിറ്റി നന്നായിട്ട് കൂടും. ഇനി ഒന്ന് ആലോചിക്കേ, അസറ്റിക് ആസിഡിനോട് ഒരു H+ കളയാൻ പറയുന്നു. അപ്പോൾ അസറ്റിക് ആസിഡ് ഇങ്ങനെ ആലോചിക്കും, അയ്യോ ഒരു H+ പോയി കഴിഞ്ഞാൽ അയാൾ സ്റ്റേബിൾ അല്ലാണ്ടാവും. ഇയാളോട് ഒരു H+ കളയാൻ പറഞ്ഞപ്പോൾ ഇയാൾ വളരെ ഈസി ആയിട്ട് കളയും. കാരണം ബ്രോമിൻ അറിയാം, ബ്രോമിൻ ഉള്ളത് കൊണ്ട് ആ അയോൺ സ്റ്റേബിൾ ആയിട്ടിരിക്കും. അതിന്റെ മീനിങ് എന്താ? അസറ്റിക് ആസിഡ് H+ കളയുന്നതിനേക്കാൾ സ്പീഡിൽ ബ്രോമോ അസറ്റിക് ആസിഡ് H+ കളയും. എന്നാൽ അതിനേക്കാൾ സ്പീഡിൽ ക്ലോറോ അസറ്റിക് ആസിഡ് കളയും, അതിനേക്കാൾ സ്പീഡിൽ ഫ്ലൂറോ അസറ്റിക് ആസിഡ് കളയും. കാരണം ഫ്ലൂറിനാണ് -A എഫക്റ്റ് ഏറ്റവും കൂടുതൽ എമംഗ് ഹാലജൻസ്. അപ്പോൾ ഇതിലെ ഏറ്റവും സ്ട്രോങ് ആസിഡ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ ഡെറിവേറ്റീവ് ആണ്. ഇതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ 4 ആണ്. ഇങ്ങനെ ഓർത്താൽ മതി, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് ദി അസിഡിറ്റി. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ അസിഡിറ്റി കുറയും. സോ ഇതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. സോ ആൻസർ ഓപ്ഷൻ 4 വരും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കാർബോക്യാറ്റോൺ ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എന്നാണ് ചോദ്യം. നോക്കിയാണേ, ഇവിടെ ഈ ഒരു കാർബോക്യാറ്റോൺ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. എപ്പോഴും സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത് മോർ ഡീലോക്കലൈസേഷൻ ആണ്. മോർ ഡീലോക്കലൈസേഷൻ ഓഫ് ചാർജ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണം? ഡീലോക്കലൈസ് ചെയ്ത് പോകണം. അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ചാർജ് ഡീലോക്കലൈസേഷൻ നോക്കി, ഇവിടെ കോൺജുഗേറ്റഡ് സിസ്റ്റം ഉണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഒരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. കണ്ടോ, നല്ല രീതിയിൽ ഡീലോക്കലൈസേഷൻ ഉണ്ട്, കുഴപ്പമില്ല അല്ലേ? ഇവിടെ ആണെങ്കിലോ, ഇവിടെയും ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് കയറുന്നു, അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും അല്ലേ? പിന്നെ പറ്റുമോ? ഇല്ല, കാരണം ഇത് കുറച്ച് ദൂരെ ആയതുകൊണ്ട് വരില്ല. അപ്പോൾ ഇവിടെ 2 ഡീലോക്കലൈസേഷൻ നടന്നു, 2 ഡീലോക്കലൈസേഷൻ നടന്നു. ഇവിടെ ഒരു ഡീലോക്കലൈസേഷനേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കാം, ഇത് ഇങ്ങോട്ട് കയറുന്നു, അപ്പോൾ ഇവിടെ പ്ലസ് വരുന്നു. ഇത് ഇങ്ങോട്ട് മാറുന്നു, അപ്പോൾ ഇവിടെ പ്ലസ് വരും. ഇവിടെ പ്ലസ് വരുന്ന ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവിടെ പ്ലസ് വന്നാൽ നിങ്ങൾക്കറിയാം NO2 - I ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റി ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യും. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞാണ് ചാർജ് കൂടുന്നത് നല്ലതല്ല. അപ്പോൾ ഇത് എന്തായാലും ആൻസർ ആയിട്ട് വരില്ല. അടുത്തത്, ഇവിടെ ഡീലോക്കലൈസേഷനേ ഇല്ല, നോ ഡീലോക്കലൈസേഷൻ, അതുകൊണ്ട് ഇത് ആൻസർ ആയിട്ട് വരില്ല. സ്റ്റെബിലിറ്റി കുറവാണ്. എപ്പോഴും ഡീലോക്കലൈസേഷൻ ഓഫ് ചാർജ് എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുന്നതാണ് മോളിക്യൂളിന് നല്ലത്. അപ്പോൾ ഇവിടെ 2 ഡീലോക്കലൈസേഷൻ, ഇവിടെ ഒരു ഡീലോക്കലൈസേഷൻ. സോ ഉറപ്പായിട്ടും ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. ഓർത്തോണം, ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഒറ്റയടിക്ക് ആൻസർ എഴുതാം. കാരണം ഇവിടെ പോസിറ്റീവ് ചാർജാണ്, ഇവിടെ എന്താണ്? -I ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടുത്തെ പ്ലസിന്റെ ഇന്റൻസിറ്റി എങ്ങനെ? അപ്പോൾ ഇവിടുത്തെ പ്ലസിന്റെ ഇന്റൻസിറ്റി എങ്ങനെയാ? കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും. വളരെ ഈസി ആയിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ 1 ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് റിയാക്റ്റീവ് കോമ്പൗണ്ട് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ ഇതിൽ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണെന്നാണ് ചോദ്യം. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോഫൈലിന്റെ യൂണിവേഴ്സൽ സിമ്പൽ പ്ലസ് ആണ്, ഈ പ്ലസ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആകുമ്പം ഇയാൾക്ക് എപ്പോഴും ഇഷ്ടം ആരോടാ? നെഗറ്റീവ് ചാർജിനോടാണ്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇയാൾ അന്വേഷിക്കുന്ന എന്തിലേക്കാണ്? മോർ നെഗറ്റീവ് ചാർജ് ഉള്ള സ്ഥലം അല്ലേ? മോർ നെഗറ്റീവ് ചാർജ് എവിടെയാണോ അങ്ങോട്ടേക്കാണ് നമ്മളുടെ ഇലക്ട്രോഫൈൽ പോവുള്ളൂ. ആദ്യത്തെ ഓപ്ഷനിൽ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ OC2H5 ആ. നമുക്കറിയാം ഈ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് എത്തോക്സി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജനറലി ആൽക്കോക്സി ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഇത് +R ഗ്രൂപ്പാണ്. അപ്പൊ ഇവർ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടുത്തെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും നെഗറ്റീവ് ചാർജ് വരും. ബിക്കോസ് +R ഗ്രൂപ്പുകളുടെ പ്രത്യേകതയാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് എക്സെപ്റ്റ് ഹാലജൻ. ഹാലജൻ +R ആണ്, പക്ഷെ അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ +R ഗ്രൂപ്പുകളുടെ പ്രത്യേകതയാണ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അപ്പോൾ ഇവിടെ +R ഗ്രൂപ്പ് വന്നു, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോഫൈൽ ഇത് ഇങ്ങോട്ട് വരാം അല്ലേ? അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് വരാൻ. ഇനി COCH3 എന്ന് വെച്ചാൽ നമ്മളതിന് ഇങ്ങനെ എഴുതണം, ബെൻസീൻ റിങ് C ഡബിൾ ബോണ്ടോ CH3. നോക്കിയേ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ഇതിങ്ങനെ ഓക്സിജൻ ആ ബോണ്ട് വലിച്ചുകൊണ്ട് പോകും. കാരണം ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഇത് മൈനസും ഇത് പ്ലസും ആവും. അങ്ങനെ വരുമ്പോൾ റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് കയറി ചെല്ലേണ്ട വരും. അപ്പോൾ ഇവിടെ ഓർത്തോയിലും പാരായിലും ഓർത്തോയിലൊക്കെ പ്ലസ് ചാർജാണ്. അപ്പോൾ പ്ലസ് ചാർജ് വന്ന മീനിങ് എന്താ? ഇലക്ട്രോഫൈൽ ഓൾറെഡി പ്ലസ് ആയതുകൊണ്ട് ഇതിനെ ഈ മോളിക്യൂളിലോട്ട് കയറാൻ ഇഷ്ടമല്ല. അപ്പോൾ ഈ മോളിക്യൂൾ കാര്യമായിട്ട് ഇലക്ട്രോഫൈലിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ തരില്ല. ഇനി ഹാലോജന്റെ പ്രത്യേകത ഇത് +R ആണ്. ഓർത്തോയിലും പാരായിലും നെഗറ്റീവ് ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ബട്ട് ഇറ്റ് വിൽ അഗെയിൻ ഷോ -I ഇഫക്റ്റ് വിച്ച് ഈസ് സ്ട്രോങ്.
അതായത് മൈനസ് ഐ ഇഫക്റ്റും ഉണ്ട്, അത് സ്ട്രോങ്ങും ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു എങ്കിലും മൈനസ് ഐ വഴി നെഗറ്റീവ് ചാർജ് പുറകോട്ടും കൂടെ വലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹാലജനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിംഗ് ഡീആക്ടിവേറ്റർ. ഹാലജന് ഒരു വലിയ പ്രത്യേകതയുണ്ട്, ഇയാൾ ഉറപ്പായിട്ടും റിംഗ് ഡീആക്ടിവേറ്ററാണ്. ഇത് റിംഗ് ഡീആക്ടിവേറ്റർ ആണ് ഈവൻ ദോ ഇറ്റ് ഈസ് പ്ലസ് ആർ. സാധാരണഗതിയിൽ പോസിറ്റീവ് റെസൊണൻസ് ഇഫക്റ്റ് ഉള്ള ആളുകൾ റിംഗ് ആക്ടിവേറ്റിംഗ്. ഇപ്പം ഇയാൾ വളരെ നല്ലൊരു റിംഗ് ആക്ടിവേറ്റർ ആണ് അല്ലെ, റിംഗ് ആക്ടിവേറ്റർ ആണ്. അപ്പോൾ സാധാരണഗതിയിൽ പ്ലസ് ആർ ഗ്രൂപ്പുകളെല്ലാം റിംഗ് ആക്ടിവേറ്റർ ആണ് എക്സെപ്റ്റ് ഹാലജൻ. അപ്പോൾ ഹാലജൻ ഇവിടെ ഓർത്തോയിലും പാരയിലും നെഗറ്റീവ് ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇലക്ട്രോഫൈൽ നോക്കുമ്പോൾ ഇവിടെയാണ് കുറച്ചുകൂടി, കാരണം ഇയാൾ തിരിച്ചു വലിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടേക്കും വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷേ ഇതിൻ്റെ അത്രയും കുഴപ്പമില്ല. അടുത്ത NO2 നോക്കുക വേണ്ട. ദിസ് ഈസ് ദി സ്ട്രോങ് മൈനസ് ഐ ആൻഡ് സ്ട്രോങ് മൈനസ് ആർ ആണ്. അപ്പോൾ റിങ്ങിൽ നിന്ന് ചാർജ് ഫുൾ അങ്ങോട്ട് പോകുമ്പം റിങ് പോസിറ്റീവ് ചാർജ് വരും, ഇലക്ട്രോഫൈലിന് വരാൻ ഇഷ്ടമല്ല. അപ്പോൾ ഏറ്റവും നല്ല ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് ദി ബെൻസീൻ റിംഗ് വിത്ത് എ വെരി ഗുഡ് പ്ലസ് ആർ ഗ്രൂപ്പ് ആണ്. ബിക്കോസ് ഇറ്റ് വിൽ ഇൻക്രീസസ് ദി ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ബെൻസീൻ റിംഗ് സോ ദാറ്റ് ദി ഇലക്ട്രോഫൈൽ വിൽ ഫാസ്റ്റ്ലി ഗോസ് ടു ദാറ്റ് ബെൻസീൻ റിംഗ്. സോ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ ആണ് റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് പി ബ്ലോക്കിലുള്ള വളരെ ചെറിയ 2-3 ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, ടെൻഡൻസി ഓഫ് BF3, BCl3 ആൻഡ് BBr3 ടു ബിഹേവ് ആസ് ലൂയിസ് ആസിഡ് ഡിക്രീസസ് ഇൻ ദി സീക്വൻസ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇതിൽ BF3 എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലെനാർ ജോമെട്രി ആണ്. ഹൈബ്രിഡൈസേഷൻ നിങ്ങൾക്കറിയാം, 3 സിഗ്മ ബോണ്ട് ആകുമ്പം sp2 ആണ്. ആൻഡ് ദിസ് ഇസ് ട്രയഗണൽ പ്ലെയിനാർ ജോമെട്രി ആണ്. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. ഇനി ഇവിടെ നോക്കിയേ, sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു എസും 3 പിയും ഉണ്ടായിരുന്നു, അതിൽ 2 പി ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തു, 1 പി വേക്കൻ്റാണ്. ആ പി ദേ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, അവിടെ ഇലക്ട്രോൺ ഇല്ല. അതുകൊണ്ട് ഇവിടെ 6 ഇലക്ട്രോൺസേ ഉള്ളൂ. ദെയർഫോർ ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് അല്ലേ. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂയിസ് ആസിഡ്സ്, ബിക്കോസ് ഇറ്റ് വിൽ അക്സെപ്റ്റ്സ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ഈ ബോണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ പുറത്ത് നിന്ന് ആരും കൊടുക്കാൻ വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മളുടെ ഫ്ലൂറിൻ ആറ്റങ്ങൾ ഇവരെ ഹെൽപ്പ് ചെയ്യും. കാരണം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ ഫ്ലൂറിനിലും 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലോൺ പെയർ ഇങ്ങോട്ട് കയറിപ്പോവും. അപ്പോൾ ബോറോണിൻ്റെ പ്രശ്നം തീർന്നു. അപ്പോഴാണ് ഫ്ലൂറിന് മനസ്സിലായത്, അയ്യോ ഞാനൊരു ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻ്റ് ആണ്, ഫ്ലൂറിന് ഇലക്ട്രോൺ കൊടുത്തു കഴിയുമ്പോൾ ഫ്ലൂറിൻ്റെ മേളിലൊരു ചെറിയ പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ തന്നെ ഫ്ലൂറിന് അത് തിരിച്ചു വലിക്കും, വലിച്ചോട്ടെ. അപ്പോൾ ഈ ഫ്ലൂറിൻ കൊടുക്കും അല്ലേ, അപ്പോൾ തന്നെ തിരിച്ചു വലിക്കും. അപ്പോൾ ഈ ഫ്ലൂറിൻ കൊടുക്കും, അപ്പോൾ തന്നെ തിരിച്ചു വലിക്കും. പക്ഷേ നെറ്റ് ഇഫക്റ്റ് എന്താ? അടുത്ത ആൾ പിന്നെയും കൊടുക്കും. ബോറോണിന് 2 ഇലക്ട്രോൺ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇവിടെ നിന്ന് പുറകിലൂടെ നോർമൽ ബോണ്ടിങ് കൂടാതെ നമ്മൾ ഈ ഒരു ടൈപ്പ് ബോണ്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ബോണ്ടിങ്. അപ്പോൾ ഇവിടെ ബോറോൺ കോമ്പൗണ്ടുകൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ BX3 കാണിക്കുന്ന ഒരു വളരെ സ്പെഷ്യൽ ടൈപ്പായിട്ടുള്ള ബോണ്ടിങ് ആണ് ബാക്ക് ബോണ്ടിങ്. അങ്ങനെ വരുമ്പം നിങ്ങളുടെ BF3 എന്ന് പറയുന്നതല്ലേ, ഇവിടെ ബോണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു, അവിടെ ഒരു അഡീഷണൽ ബോണ്ട് ക്യാരക്ടർ വരും. അഡീഷണൽ വരുന്ന ബോണ്ട് ക്യാരക്ടർ ഉറപ്പായിട്ടും പൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ, ഇവിടെ ഫ്ലൂറിൻ, ഇവിടെ ഫ്ലൂറിൻ. പക്ഷെ ഞാൻ മനഃപൂർവ്വം കണ്ടോ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നതിനേക്കാൾ കുറച്ച് ചെറുതാക്കി വരയ്ക്കുന്നത്, ബോണ്ട് ലെങ്ത് കുറയും. കാരണം എന്താ, ഇവിടെ സിംഗിൾ ബോണ്ട് ക്യാരക്ടർ ആയിരുന്നു, അവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടർ പാർഷ്യലി വരും. അപ്പം ബാക്ക് ബോണ്ടിങ്ങിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഇതാണ്. ബാക്ക് ബോണ്ടിങ് പ്രോസസ്സ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ബോണ്ട് ലെങ്ത് ഡിക്രീസ് ആവും. ഇതാണ് ഒരു റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ട്, ബാക്ക് ബോണ്ടിങ് സ്ട്രെങ്ത് ഇൻക്രീസ് ആയാൽ ലൂയിസ് ആസിഡ് ക്യാരക്ടർ ഡിക്രീസ് ആവും. കാരണം എന്താ, ഇയാൾക്ക് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, അതിനെ വിളിക്കുന്ന പേരാണ് ലൂയിസ് ആസിഡ് ക്യാരക്ടർ. ഇനി ഇതിന് ആ ക്യാരക്ടർ ഇച്ചിരി കുറവാണ്, കാരണം ഓൾറെഡി ഇവിടുന്ന് ഇലക്ട്രോൺ കിട്ടുന്നുണ്ട്. അപ്പം മറ്റുള്ളവരിൽ നിന്ന് ഇലക്ട്രോണിനെ മേടിക്കാനുള്ള ഒരു ചാൻസ് ഇയാൾക്ക് കുറയും. പക്ഷേ BBr3 എന്ന് പറഞ്ഞ ആളിലേക്ക് വരുമ്പം അവിടുത്തെ പ്രത്യേകത എങ്ങനെയാണ്? BBr3 എന്ന് പറയുമ്പം ഇവിടെ BR, ഇവിടെ BR, ഇവിടെ BR. അപ്പോൾ ഫ്ലൂറിൻ എന്ന് പറയുന്ന ചെറിയ ആറ്റോ, ബ്രോമിൻ വലിയ ആറ്റോ. അപ്പോൾ ഇവിടുന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ഒഴുകി ചെല്ലാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
രണ്ട് അറ്റങ്ങളും നിയർലി സെയിം സൈസ് ആണെങ്കിലാണ് ബാക്ക് ബോണ്ടിങ് നന്നായിട്ട് നടക്കുക. സോ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത് നിയർലി സെയിം സൈസ് ഓഫ് ആറ്റംസ് ആയിരിക്കണം. നിയർലി സെയിം സൈസ്ഡ് ആറ്റംസ് ആണ് നമ്മളുടെ ബാക്ക് ബോണ്ടിങ്ങിന് കൂടുതൽ. അതായത് സെക്കൻഡ് പീരീഡ് വിത്ത് സെക്കൻഡ് പീരീഡ്, ദെൻ സെക്കൻഡ് പീരീഡ് വിത്ത് തേർഡ് പീരീഡ്, ഒന്നും കുഴപ്പമില്ല. സെക്കൻഡും തേർഡും കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബാക്ക് ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് കുറയും. അപ്പൊ ബാക്ക് ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് കൂടിയാൽ ലൂയിസ് ആസിഡ് ക്യാരക്ടർ കുറയും. അപ്പൊ ഒന്ന് ആലോചിക്കേ, ഇതിൽ ഏറ്റവും നല്ല ബാക്ക് ബോണ്ടിങ് ആർക്കാ? ഇയാൾക്ക്. അപ്പൊ ഇയാളുടെ ലൂയിസ് ആസിഡ് ക്യാരക്ടർ ഏറ്റവും കുറവ്. ബാക്ക് ബോണ്ടിങ് സ്ട്രെങ്ത് ഏറ്റവും കുറവ് ആർക്കാ? ഇയാൾക്ക്. അപ്പൊ ലൂയിസ് ആസിഡ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഇയാൾക്ക്. അപ്പൊ ആൻസർ ഓപ്ഷൻ 3 വരും. കണ്ടോ, BBr3, BCl3, BF3. ഒരു അഡീഷണൽ കാര്യം കൂടെ ഉണ്ട്. ബാക്ക് ബോണ്ടിങ്ങിന്റെ റിസൾട്ട് മൂന്നാമത്തെ, ബാക്ക് ബോണ്ടിങ് ഇൻക്രീസസ്, ബോണ്ട് ആംഗിൾ ഓൾസോ ഇൻക്രീസസ് ആണ്. പക്ഷെ ഇത് എക്സെപ്റ്റ് BX3 ആട്ടോ. BX3ക്ക് അത് പറ്റില്ല. ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എല്ലാവരുടെയും 120 ആണ്. കാരണം അതിനി കൂടാൻ പറ്റില്ല അല്ലെ. 120 ഇനിയും കൂടില്ല. ഓൾറെഡി അത് അതിന്റെ മാക്സിമം ബോണ്ട് ആംഗിൾ ആയതുകൊണ്ട് പിന്നെ കൂടില്ല. ബാക്കിയുള്ള മോളിക്യൂളിൽ ഈ ബാക്ക് ബോണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻഡ് ദിസ് ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം P block. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഹൈഡ്രോളൈസ്ഡ് ഈസിലി. ഓക്കെ, ഇതിൽ സിലിക്കൺ ടെട്രാക്ലോറൈഡിലെ SiCl ആണ്. ഇതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ വാട്ടർ മോളിക്യൂൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നതിനാണ്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ ദി ഓക്സിജൻ വിൽ അറ്റാക്ക് ദി സെൻട്രൽ ആറ്റം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിസിസ്. അങ്ങനെ വരുമ്പം ഇവിടെ ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. ടെട്രാഹൈഡ്രൽ ജോമെട്രി 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോണിനെ ഇയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയണം. അതിന് സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ 14 ആണ്. ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ 3s2, 3p2 ആൻഡ് 3d0. കണ്ടോ, തേർഡ് ഷെൽ ആയതുകൊണ്ട് 3d വെറുതെ ഇരിപ്പുണ്ട്. അപ്പൊ എന്താ, ഇയാൾക്ക് വേക്കന്റ് ഡി ഉള്ളതുകൊണ്ട് ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ റിയാക്ഷൻ നടക്കാം. എങ്ങനെ റിയാക്ഷൻ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SiCl ഓൾറെഡി ഒരു ഓക്സിജൻ വന്ന് കണക്ട് ചെയ്തു. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ലോൺ പെയർ ഒരെണ്ണം, ഒരു ലോൺ പെയർ സിലിക്കണിന് കൊടുത്തുകൊണ്ട് ഒരു പ്ലസ് ചാർജ് വരും. ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് അപ്പോൾ ഒരു ക്ലോറിൻ വെളിയിൽ ഇറങ്ങണം. ഒരു വാട്ടർ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു Cl ഇറങ്ങും. ഈ ഓക്സിജന് പ്ലസ് ചാർജ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഹൈഡ്രജൻ അയാളുടെ ബോണ്ട് ഇങ്ങോട്ട് സാക്രിഫൈസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ H+ ഉണ്ടായി, ഇവിടെ Cl ഉണ്ടായി. അത് ബൈ പ്രൊഡക്റ്റ് HCl ആയിട്ട് മാറുകയും ബാക്കിയുള്ളത് SiCl ഇവിടെ OH കോമ്പൗണ്ട് OH ആയിട്ട് മാറുകയും ചെയ്യും. ഇനി ഇതേ പ്രോസസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 വാട്ടർ മോളിക്യൂൾ വെച്ച് റിപ്പീറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് സിലിസിക് ആസിഡ് SiOH 4 ടൈംസ് എന്ന് പറയുന്ന ഒരു ആസിഡ് കിട്ടും. അപ്പൊ ഇവിടെ ആ ഒരു പ്രോസസ് നടന്നു. അങ്ങനെ നോക്കുമ്പം ഇതിൽ നടക്കാത്തത് ഇയാൾക്കായിരിക്കും. കാരണം കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്നത് കാർബൺ ഒരു സെക്കൻഡ് പീരീഡ് മെമ്പർ അല്ലേ. കാർബൺ സെക്കൻഡ് പീരീഡ് മെമ്പർ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ 1s2, 2s2, 2p2 ആണ്. ഇവിടെ വേക്കന്റ് ഡി ഓർബിറ്റൽസ് ഇല്ല. ഓൾറെഡി ഒക്ടറ്റ് കംപ്ലീറ്റ് ആ. കാർബണിന്റെ സറൗണ്ടിങ്ങിൽ 4ന് മേലെ കൊവാലൻസി പോകാൻ പറ്റില്ല. അപ്പോൾ വാട്ടറിൽ നിന്നുള്ള അല്ലെ ഓക്സിജനിലെ ലോൺ പെയർ ഇങ്ങോട്ട് കയറാൻ സ്ഥലമില്ല. അതുകൊണ്ട് CCl4ന് ഹൈഡ്രോളിസിസ് നടക്കില്ല. സോ ആൻസർ ഓപ്ഷൻ 1 വരും. അപ്പോൾ ഓർത്തോണം, സെക്കൻഡ് പീരീഡ് മെമ്പറുകൾക്ക് കൊവാലൻസി 4ന് മേലെ വിടാൻ പറ്റില്ല. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് P ബ്ലോക്കിലെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് സ്മോളസ്റ്റ് സൈസ്. നമുക്കറിയാം ഇതിൽ അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഇത് ഗ്രൂപ്പ് 13 ആണ്. ഗ്രൂപ്പ് 13 ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ആണ് അല്ലെ ഫസ്റ്റ് P ബ്ലോക്കിലെ ഗ്രൂപ്പാണ്. അപ്പൊ ബോറോണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2s2, 2p1 ആണ് ഔട്ടർ മോസ്റ്റ്. ഇത് 3s2, 3p1 ആണ്. ഇത് 4s2, 4p1ഉം. പക്ഷെ ഇവിടെ 3dയിൽ 10 ഇലക്ട്രോൺ ഉണ്ട്. ആദ്യമായിട്ട് ഡിയിൽ ഇലക്ട്രോൺ കിട്ടുന്ന P ബ്ലോക്ക് എലമെന്റ് അതിൻ്റെതായ പ്രശ്നങ്ങളെല്ലാം ഇയാൾ കാണിക്കും. കാരണം ഈ ഡിയിലുള്ള ആൾക്ക് സ്ക്രീനിങ് എഫക്റ്റ് ഭയങ്കര കുറവാണ്. സ്ക്രീനിങ് എഫക്റ്റ് വളരെ പുവറാണ്. സ്ക്രീനിങ് എഫക്റ്റ് ഈസ് വെരി പുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസിന്റെ ചാർജ് കിട്ടാതിരിക്കാൻ വേണ്ടി ഇന്നർ മോസ്റ്റ് ഇലക്ട്രോണുകൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്ത് വിടും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്രീനിങ് എഫക്റ്റ്. അപ്പം ഞാൻ ന്യൂക്ലിയസ് ആണ്, ഇവിടെ കുറച്ച് ഇലക്ട്രോൺ ഉണ്ട്, ദൂരെ കുറച്ച് ഇലക്ട്രോൺ ഉണ്ട്. അപ്പം പുറമേ ഇരിക്കുന്ന ആൾക്കാരെ ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് വരാൻ ഈ നടുവിലുള്ള ആൾക്കാർ സമ്മതിക്കില്ല. അവന്മാരെന്ത് ചെയ്യും, ആ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സ്ക്രീനിങ് എഫക്റ്റ്. പക്ഷെ ഡിക്ക് ആ കഴിവ് കുറവാണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന്റെ പ്രത്യേകത ന്യൂക്ലിയർ ചാർജ് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണെ പിടിച്ച് അടുപ്പിക്കുന്നു. സോ സൈസ്
പ്രതീക്ഷിച്ചതിനേക്കാൾ കുറയും. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇത് ബോറോണിന്റെ സൈസ് ഇതാണെങ്കിൽ അലുമിനിയം ഇത്, ഗാലിയം ഇതാവണം. പക്ഷേ ഗാലിയത്തിന്റെ സൈസ് കുറഞ്ഞു പോകും. ഇനി ആ ഒരു ട്രെൻഡ് അനുസരിച്ച് അപ്പോൾ ഏറ്റവും വലുത് താലിയമാണ്, അതിനുശേഷം ഇൻഡിയമാണ്, അതിനുശേഷം അലുമിനിയമാണ്, അതിനുശേഷം ഗാലിയം, ഏറ്റവും ലാസ്റ്റാണ് ബോറോൺ. ഇങ്ങനൊരു എക്സെപ്ഷൻ നമ്മുടെ ഗ്രൂപ്പ് 13-ലുണ്ട്. അപ്പോൾ ബോറോൺ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. പക്ഷെ ബോറോൺ ഇല്ലെങ്കിൽ പിന്നെ അലുമിനിയമാണ് ആൻസർ വരേണ്ടത്. പക്ഷെ ആൻസർ ഓപ്ഷൻ 2 ഗാലിയം. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി പുവർ ഷീൽഡിംഗ് എഫക്ട്. ഡി ഇലക്ട്രോണിന് പുറമെയുള്ള ആളുകളെ തള്ളാൻ പറ്റുന്നില്ല. അപ്പം അതായത് ന്യൂക്ലിയസ് പുറമെയുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് അടുത്തോട്ട് കൊണ്ടുവരിപ്പിക്കും. അപ്പോൾ സൈസ് ഓട്ടോമാറ്റിക്കലി ഡിക്രീസ് ചെയ്യും. സോ ദി ആൻസർ വിൽ ബി പുവർ സ്ക്രീനിങ് എഫക്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 19. എ മിക്സ്ചർ ഓഫ് ബോറോൺ ട്രൈക്ലോറൈഡ് ദാറ്റ് ഈസ് BCl3 and hydrogen is subjected to silent electric discharge to form A and HCl. You know, this is the preparative method for a highly toxic gas that is B2H6. അല്ലേ? ബോറോൺ ട്രൈക്ലോറൈഡിനെ ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രസൻസിൽ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിട്ടാൽ കിട്ടുന്ന ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ആണ് B2H6. Then A is mixed with NH3 അല്ലെ? അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡൈബോറൈൻ്റെ പ്രത്യേകത അൺസിമ്മട്രിക്കൽ ക്ലീവേജ് തരും. അൺസിമ്മട്രിക്കൽ ക്ലീവേജ്. ഡൈബോറൈൻ എന്ന് വെച്ചാൽ ബ്രിഡ്ജ് ലൈക്ക് കോമ്പൗണ്ട് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരു ബനാന ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അമോണിയയുടെ കൂടെ അൺസിമ്മട്രിക്കൽ ക്ലീവേജ് കിട്ടും. ആൻഡ് ഹീറ്റഡ് ടു 200 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് എ റിംഗ് ലൈക്ക് കോമ്പൗണ്ട് ആണ്. അതാണ് ബി ഏതാണെന്നാണ് ചോദ്യം. ബി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? ബി എന്ന് പറയുന്ന കോമ്പൗണ്ട് ബോറോൺ നൈട്രജൻ ഓൾട്ടർനേറ്റ് പൊസിഷനിൽ വരുന്നു, ലൈക്ക് ബെൻസീൻ റിംഗ്. ആൻഡ് എവറി ആറ്റം കണ്ടെയ്ൻ ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് വിച്ച് ഈസ് കോൾഡ് B3N3H6. നിങ്ങൾക്കറിയാം ഇതിനെ വിളിക്കുന്ന പേര് ബൊറാസീൻ അല്ലെങ്കിൽ ബൊറാസോൾ. ആൻഡ് ഇറ്റ് സ്ട്രക്ചർ ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് ബെൻസീൻ ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഇൻഓർഗാനിക് ബെൻസീൻ. അപ്പോൾ അതുണ്ടാക്കുന്ന രീതി ഡൈബോറൈനെ നമ്മൾ അമോണിയയുടെ പ്രസൻസിൽ 200 ഡിഗ്രിയോളം ഹീറ്റ് ചെയ്യുമ്പം അൺസിമെട്രിക്കൽ ക്ലീവേജ് നടന്നിട്ട് ഒരു റിംഗ് കോമ്പൗണ്ട് ഉണ്ടാകുന്നു വിച്ച് ഇസ് കോൾഡ് ബോറസീൻ, ബോറസോൾ ഓർ ഇൻഓർഗാനിക് ബെൻസീൻ. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 3. ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബോറസീൻ്റെ ആ പ്രിപ്പറേഷൻ മാനുഫാക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following the chain building unit of straight chain silicon polymer? അതായത് സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺ പോളിമർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചെയിൻ ബിൽഡിംഗ് യൂണിറ്റ്. നമുക്കറിയാം സിലിക്കോണിൽ ആദ്യം നമ്മൾ RCl ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, ഇതിലേക്ക് സിലിക്കൺ ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് കോപ്പർ കാറ്റലിസ്റ്റ് അണ്ടർ ഹീറ്റ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് RSiCl3 ട്രൈക്ലോറോസിലൈൻ, R2SiCl2 ഡൈക്ലോറോസിലൈൻ ആൻഡ് R3SiCl അല്ലെ മോണോക്ലോറോസിലൈൻ. ഇങ്ങനെ 3 കോമ്പൗണ്ടുകളാണ് കിട്ടുന്നത്. ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ആളുകളെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യണം അല്ലേ? ഹൈഡ്രോളൈസ് ചെയ്യുമ്പം ഇവിടുന്ന് Cl മാറി OH വരും, RSiOH ത്രൈസ് വരും. ദെൻ R2SiOH ട്വൈസ് വരും. ദെൻ R3SiOH വരും. ഇങ്ങനെ 3 ബിൽഡിംഗ് ബ്ലോക്കുകൾ കിട്ടി. ഇനി ഇതിന്റെ പ്രത്യേകത ഈ RSiOH ത്രൈസിൽ ഇവിടെ R, ഇവിടെ Si ആൻഡ് ദിസ് ഇസ് OH, ദിസ് ഇസ് OH ആൻഡ് ദിസ് ഇസ് ഓൾസോ OH. അപ്പം ഇത് ഇങ്ങോട്ട് പോളിമറൈസ് ചെയ്യാം, ഇങ്ങോട്ട് പോളിമറൈസ് ചെയ്യാം, ഇങ്ങോട്ട് പോളിമറൈസ് ചെയ്യാം. ഈ പോളിമറിന്റെ പേര് ബ്രാഞ്ചഡ് സിലിക്കോൺ എന്നാണ്. ബ്രാഞ്ചഡ് സിലിക്കോൺ. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺ ഉണ്ടാക്കാനാണ്. അപ്പം ഇത് നമ്മളുടെ ആൻസർ അല്ല. പിന്നുള്ളത് R2SiOH ട്വൈസ് ആണ്. അപ്പോൾ RSi അഗെയിൻ R, ഇത് OH വരും, ഇത് OH വരും. ഇത് പോളിമറൈസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടുവരാം. സോ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺ അല്ലേ? ഇതിനെ വിളിക്കുന്ന പേര് സ്ട്രെയിറ്റ് ചെയിൻ സിലിക്കോൺ എന്നാണ്. ഇനി മൂന്നാമത്തെ ആള് RSi, R and OH. ഇത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദി ചെയിൻ ലെങ്ത്
അല്ലെ ചെയിൻ ലെങ്ത് നമുക്ക് അധികം നീളം വേണ്ട എങ്കിൽ നമ്മൾക്ക് ഇതിനെ ഉപയോഗിച്ച് ചെയിൻ ലെങ്ത് കൺട്രോൾ ചെയ്യാം. ഇതാണ് സിലിക്കോൺസിന്റെ പ്രത്യേകത. സോ സിലിക്കോൺസിന്റെ സ്റ്റാർട്ടിംഗ് റിയാക്ഷൻ നമ്മൾ RCl-ഉം SI കൂടെ കോപ്പറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ 3 ക്ലോറോസിലൈൻസ് ഉണ്ടാവുന്നു, അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പൊ ഇത് ബ്രാഞ്ചഡ് സിലിക്കോൺ ഫോം ചെയ്യും, ഇത് സ്ട്രേറ്റ് ചെയിൻ സിലിക്കോൺ ഫോം ചെയ്യും. ഇത് ചെയിൻ ലെങ്ത് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് അല്ലെ ഇത് ചെയിൻ ബിൽഡിംഗ് യൂണിറ്റ് ഓഫ് സ്ട്രേറ്റ് ചെയിൻ സിലിക്കോൺ പോളിമേഴ്സ് എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ 2 ആണ്. ആൻഡ് സിലിക്കോൺ പാർട്ട് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ 3 ചാപ്റ്ററുകളായിട്ട് 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ നീറ്റിന് ചോദിക്കുന്ന മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2-3 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന മോഡൽ അനുസരിച്ച് വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുക. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ 20 ക്വസ്റ്റിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു വെരി മച്ച്.